സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ എന്ന സ്വർഗത്തിലെ ദൈവം നമുക്കായി ദാനമായി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നദിയോടെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന കർത്താവ് ഇന്ന് നമ്മളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ദൈവസാന്നിധ്യമാണ് നമ്മൾ അനുഭവിച്ചത്. അതിന്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. സ്തോത്രം. ആ ദൈവസാന്നിധ്യം ഇന്ന് ഓരോരുത്തരുടെ മേൽ കർത്താവ് എന്ത് ചെയ്തു? വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അത് പ്രാപിക്കേണ്ട രീതിയിൽ പ്രിയ ദൈവമക്കളെ ഇന്ന് പ്രാപിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായി ആരനുഗ്രഹിക്കും? കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിക്കാം. അത് സുവിശേഷം 18 വാക്യം മുതൽ ഒന്ന് വായിക്കാം. സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കും. അപ്പോൾ നമ്മൾ ഭൂമിയിൽ എന്താ ചെയ്യുന്നത്? അതിന് എവിടെ പ്രതിഫലം തരുന്നത്? സ്വർഗത്തിൽ തരുന്നത്. അപ്പോഴ് കർത്താവ് ദൈവമക്കൾക്ക് ഒരു വലിയ പ്രോമിസ്, വലിയൊരു വാഗ്ദത്തം ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്. എന്ത് തന്നെ? സ്തോത്രം. നിങ്ങൾക്ക് സ്വർഗം വെച്ചിരിക്കുന്നെന്ന് പൂർണ്ണമായി ദൈവമക്കൾക്ക് ആര് വെളിപ്പെടുത്തി തരുന്നുണ്ട്? കർത്താവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. കർത്താവ് പറയുക, നിങ്ങൾ ഭൂമി ചെയ്യുന്നത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് അതെല്ലാം എന്ത് ചെയ്യും? സ്വർഗത്തിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ, പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ എന്തുണ്ട്? അതിന്റെ നന്മയുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് എല്ലാവർക്കും അവർ ആവശ്യം അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന കർത്താവ്. കർത്താവ് ആർക്കും എന്തല്ല? കടക്കാരല്ല. അതൊരു ചിന്ത ഉണ്ടെങ്കിൽ പറഞ്ഞോണം, കർത്താവ് എനിക്ക് എന്താ ഒന്നും ചെയ്യാത്തത് എന്നൊന്നും ചിന്തിക്കേണ്ട. കർത്താവ് ആർക്കും എന്തില്ല? കടക്കാരനല്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി നിങ്ങൾ മനസ്സാ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ശരീരമാ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സമ്പത്താ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് എന്ത് ചെയ്യും? അത് അതിന്റെ രീതിയിൽ തന്നെ എന്ത് ചെയ്യും? പ്രതിഫലം ദൈവത്തിൽ. പ്രതിഫലം തരുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നതും സ്തുതിക്കുന്നതും ഏറ്റെടുത്തിരിക്കുന്നത്. ആ പ്രതിഫലം തരുന്ന ഒരു കർത്താവ്. സ്തോത്രം. ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടും. സ്തോത്രം. ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ. നീ ക്രിസ്തുവിനെ നോക്കിയ ഓടുന്നെങ്കിൽ, നീ ക്രിസ്തുവിനെ വില കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായി എന്റെ പ്രതിഫലം ആര് വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. നീ ക്രിസ്തുവിനെ നോക്കാതെ ഓടുന്ന വ്യക്തിയാണെങ്കിൽ, ക്രിസ്തുവിനെ വില കൊടുക്കാതെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായി അതിന്റെ ശിക്ഷ ആര് വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിൽ അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. പറയുക, ഭൂമിയിൽ വെച്ച് 2 പേർ ഐക്യതയോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആര് പ്രതിഫലം വെച്ചിട്ടുണ്ട്? സ്വർഗത്തിലെ ദൈവം പ്രതിഫലം വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പ്രതിഫലം തരേണ്ടത് ആരാണ്? കർത്താവാണ്. ഞാൻ ഈ വചനം വായിക്കുന്നു. വചനത്തിനകത്ത് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അടുത്തൊരു വാക്യത്തിലൂടെ ഒന്ന് കയറാൻ പോവുക. സ്തോത്രം. സങ്കീർത്തനം 22 വാക്യത്തിന്റെ 22 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ ഒന്ന് വായിക്കാം. 1, 2, 3 വാക്യം ഒന്ന് ശക്തമായിട്ട് വായിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന്. ഭക്തൻ ദൈവത്തോട് ചോദിക്കൂ. ഭക്തൻ ആരോട് ചോദിക്കുക? ദൈവത്തോട് ചോദിക്കുക. അവൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. കാര്യം എന്തുവാ?
ഭക്തൻ ഇപ്രകാരം ദൈവത്തോട് ചോദിക്കണമെങ്കിൽ ഭക്തന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം വന്നു, പ്രയാസം വന്നു, സങ്കടങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു. ദൈവം വിടുതൽ അയച്ചിട്ടില്ല. ദൈവം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭക്തൻ ഇത് ചോദിക്കത്തില്ലായിരുന്നു. ഈ പ്രതികൂല പ്രയാസം വന്നപ്പോൾ അതിനകത്ത് അവൻ ജയിച്ചേനെ. അതിനകത്ത് ജയിക്കാത്തോണ്ടാ അവൻ ചോദിക്കുന്നത്, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തിന്? ഇന്ന് പ്രിയ മക്കളെ, ഒരു ഏറ്റുപറച്ചില. പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഇരിക്കുന്ന മുമ്പേ ഭക്തൻ ഏറ്റുപറയുക. എന്തു പറയുക? ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അത് ദൈവം തന്നതിനെല്ലാം ഓർത്തിട്ട് സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ പ്രതികൂലം ഭക്തന്റെ ജീവിതത്തിനകത്ത് വന്നു. പ്രതികൂലത്തിനകത്ത് ആര് ജയിച്ചില്ല? ഭക്തൻ ജയിക്കാൻ പറ്റുന്നില്ല. അവൻ പ്രതിസന്ധി നിൽക്കുക. അവൻ പ്രാർത്ഥിക്കാനിരുന്നപ്പോ ദൈവത്തോട് ചോദിക്കുക, കർത്താവേ നീ എന്നെ കൈവിട്ടത്. നീ എന്നെ കൈവിട്ടത്. അത് ഭക്തന് മനസ്സിലായി. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലത്തെ ആർക്ക് ജയിക്കാൻ പറ്റും? ദൈവ പൈതലിന് ജയിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താണെന്നാ പറയുന്നത്? പ്രതികൂലം വരുമ്പോ, പ്രയാസം വരുമ്പോ നമ്മൾ അതെന്തോ പറയുന്നത്? നമ്മൾ പൂർണ്ണരാന്നുള്ള ചിന്തയാണ് നമ്മളെ. ഇന്ന് ഭൂരിപക്ഷം പേരുടെ വിഷയം ഇതാ. എന്തുവാ? അവര് പൂർണ്ണര, ഫുൾ ഗോസ്പല, അവരെല്ലാം ഫുള്ള് തികഞ്ഞവര. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് മക്കളെ. അങ്ങനെ ചിന്തിക്കുന്നത് മൂഢനാണ്. അങ്ങനെ ചിന്തിക്കുന്നത് നിഗളികളാണ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. സ്തോത്രം. എനിക്ക് പ്രതികൂലം വരുമ്പോൾ, പ്രയാസങ്ങൾ വരും, പ്രതിസന്ധിയെല്ലാം വരുമ്പോൾ ഞാൻ ചിലപ്പം ചിലപ്പോൾ ഞാൻ അങ്ങ് ഡെസ്പായിട്ട് മിണ്ടാതിരിക്കും. ചിലപ്പം ചില സന്തോഷങ്ങൾ കേട്ടാൽ, സന്തോഷ കാര്യങ്ങൾ സംസാരിച്ചാലും നമ്മൾ അതിലോട്ട് ചിന്തിക്കത്തില്ല. നമ്മളെ ചിന്തകൾ എപ്പോഴും സ്തോത്രം ഇങ്ങനെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടായിരിക്കും. ചിലപ്പം ഡെസ്പായിരിക്കും. പക്ഷെ എനിക്ക് അതിനകത്ത് പ്രതികൂലത്തെ ജയിക്കുന്നത് ഞാൻ സൺഡേയില. ഞാൻ ആ ഏത് പ്രതികൂലത്തിനകത്ത് സൺഡേ വന്നാലും, സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തിനകത്ത് വരുമ്പോൾ ഏത് പ്രതികൂലവും ഞാൻ ജയിച്ചു പോകത്തു. സ്തോത്രം. ഞാൻ കയറി വന്നപ്പോ കരഞ്ഞുകൊണ്ടായിരിക്കും വന്നത്. പക്ഷെ ഇറങ്ങിപ്പോകുന്ന ഞാൻ ചിരിച്ചുകൊണ്ടായിരിക്കും. സ്തോത്രം. ചിരിച്ചുകൊണ്ടായിരിക്കും. പ്രൈസലോ. കയറി വന്നത് ഭയങ്കര കരച്ചിലോട്, പ്രതികൂലത്തോട്. അയ്യോ എന്താന്നല്ല ചിന്തിച്ചോണ്ടാ വന്നത്. പക്ഷെ സൺഡേയിൽ വന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, അതുകൊണ്ട് ഞാൻ സൺഡേ സർവീസ് ഒന്നും മുടങ്ങല്ലേ. സൺഡേ സർവീസ് അനുഭവിക്കാത്തോണ്ടാണ്. ഞാൻ പൂർണ്ണമായിട്ട് അനുഭവിച്ചോണ്ടാണ് ഇഴഞ്ഞായാലും ഞാൻ കയറി വരുമെന്ന് പറയുന്നത്. അത് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം എന്തുവാ? ഏത് പ്രതികൂലം ഉണ്ടെങ്കിലും ഇവിടെ വന്നാലേ മാറ്റം തരത്തുള്ളൂ. ആര്? കർത്താവേ മാറ്റം തരത്തുള്ളൂ. എന്താ പറഞ്ഞാൽ ഞാൻ ഇഴഞ്ഞ് വീടിനകത്ത് ഇരുന്ന് കരഞ്ഞാൽ എനിക്ക് മാറ്റം കിട്ടത്തില്ല. എനിക്ക് മാറ്റം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ദൈവസന്നിധി വരണം. കാര്യം ചിലപ്പോ 6 ദിവസം ഞാൻ ഇഴഞ്ഞ വിഷയമാ. 6 ദിവസം കൊണ്ട് ദൈവത്തോട് നിലവിളിച്ച വിഷയമാ, പ്രാർത്ഥിച്ച വിഷയമാ. എനിക്ക് ജയം കിട്ടിയില്ല. 7ാമത്തെ ദിവസം ഞാൻ ആരാധനയ്ക്ക് കയറി വരുക, ഇടഞ്ഞോണ്ട് തന്നെ വരുക. കാര്യം എന്തുവാ? എനിക്കറിയാം ദൈവത്തിന്റെ പ്രമാണം പറയുന്നു, 1 or 2 പേർ ഐക്യതയോട് പ്രാർത്ഥിക്കുന്നിടത്ത് വിടുതൽ നടക്കും. ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ നടക്കാത്ത വിടുതൽ സഭയ്ക്കകത്ത് വന്നപ്പോൾ, എന്റെ അവസ്ഥ കണ്ടപ്പോൾ, ദൈവജനം ഒന്നിച്ചിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ ആരിറങ്ങി വന്നു? യേശു ഇറങ്ങി വന്നു. അവിടെ എനിക്ക് വിടുതൽ നൽകി. സ്തോത്രം. ഇന്ന് പകല് പദ്ധതി സാക്ഷ്യം പറഞ്ഞില്ലേ? കേട്ടോ? വലിയ സന്തോഷം ഉണ്ടായി. കാര്യം എന്തുവാ? ലീഡ് ചെയ്ത് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഇടയ്ക്ക് വെച്ച് ആരാധന സ്റ്റോപ്പായി, പ്രാർത്ഥിച്ച് സ്റ്റോപ്പ് ചെയ്ത് അടുത്തടുത്തിലേക്ക് പോകേണ്ടതെടുത്ത് കർത്താവ് നിർത്തിക്കുന്നില്ല. കർത്താവിന് എന്തോ പദ്ധതിയുണ്ട്. സ്തോത്രം. പിന്നെയും ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന്റെ കാര്യം എന്തുവാ? കർത്താവിന് വിടുതൽ അയക്കുവാനുണ്ട്. അതാ സാക്ഷ്യം കേട്ടപ്പോഴാ. പ്രൈസലോ. ആ സാക്ഷ്യം കേട്ടപ്പോഴാ എന്തുവാ? പ്രൈസലോ അല്ലെ? ആനയെല്ലാം കൊണ്ടുവന്ന് നമ്മൾ കെട്ടിക്കഴിയുമ്പോൾ ആന ഇങ്ങനെ തുമ്പിക്കയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും. തുമ്പിക്ക കേട്ടാലുള്ള ആട്ടത്തിന്റെ സുഖത്തിന് വേണ്ടിയല്ല ഈ ആന ആട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഈ തുമ്പിക്ക ആട്ടുമ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിങ്ങനെ പിടിക്കാനാ. പിടിക്കാനാ. ഇങ്ങനെ തുമ്പിക്കൈ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം ഒരു വാഴക്കൊല അതിന് പിടിക്കും. ആണെങ്കിൽ ഓലയാണെങ്കിൽ അത് പിടിക്കും. അതെല്ലാം എടുത്ത് എന്ത് ചെയ്യും? നേരെ വായിക്കൊണ്ടുവരും. ഇത് ആനയുടെ പരിപാടി.
ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സുപ്രഭാതത്തിനകത്ത് ആന ഇങ്ങനെ ജനലക്കാട്ട് കിടക്കുക, ഇങ്ങനെ തുമ്പിക്കൈ ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ആന എന്തിരിക്കുന്നത്, മേളിൽ ഇരിക്കുന്നവനെ ഒന്ന് പിടിക്കുന്നത്. മേളിൽ ഇരിക്കുന്ന പിടിച്ചപ്പോ ഭൂ പോലെ പുറത്തു വരും. ആനയ്ക്ക് ആനയുടെ പവർ മനസ്സിലാവും. അപ്പോഴാ ആന എന്ത് പറയുന്നേ, മതവിളകി എന്ന് പറയുന്നേ. ആനയുടെ വലിപ്പം അപ്പോഴാ ആന തിരിച്ചറിയുന്നേ. ആനയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആനയ്ക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നത് ആ മതവിളകുന്നത്. പ്രൈസലോ. അല്ലാതെ ആനയ്ക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല. പ്രൈസലോ. ആനയുടെ വലിപ്പം ആന തിരിച്ചറിഞ്ഞു. ആനയുടെ കണ്ണം പിന്നെ ചെറുതാക്കിയിരുന്നേ ആനയുടെ വലിപ്പം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ദൈവജനമേ, നിന്റെ കൃപ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ നീ തിരിച്ചറിയുന്നുവെങ്കിൽ നീ പാടുന്നതും ആരാധിക്കുന്നതും കൈകെട്ടുന്നതും വെറുതെയല്ല. നീ ഓർക്കും, അയ്യോ ഞാനില്ല അവരുടെ കൂടെ ഇരുന്ന് കൈകൊട്ടുവല്ലയോ. അല്ല, നിന്റെ കൈകൊട്ടൽ സ്പെഷ്യലാ. ആർക്ക്? ദൈവത്തിന് സ്പെഷ്യലാ. ദൈവത്തിന് സ്പെഷ്യലാ നിന്റെ കൈകൊട്ടൽ. നീ സ്തോത്രം പറയുന്നത് എല്ലാവരും വേണ്ടി, എല്ലാവരും സ്തോത്രം പറയുന്നത് എന്റെ സ്തോത്രം ദൈവം കേൾക്കുന്നത് ഇല്ല. സ്വർഗം നിന്റെ പ്രാർത്ഥനയുടെ സ്തോത്രം സ്പെഷ്യലായിട്ട് കേൾക്കുന്നു. അതുകൊണ്ടാ മറ്റൊരാളെ നോക്കിയല്ല കൈ അടിക്കേണ്ടത്, മറ്റുള്ളവരെ നോക്കിയല്ല സ്തോത്രം പറയേണ്ടത്, മറ്റുള്ളവരെ നോക്കിയല്ല കൈ പൊക്കേണ്ടത്. ഇതെല്ലാം ആര് നോക്കുന്നുണ്ട്? ആര് നോക്കുന്നുണ്ട്? ദൈവം നോക്കുക. ആരോഗ്യം കൊടുത്ത് ബലം കൊടുത്തിട്ട് പോലും ഇവൻ എന്ത് ചെയ്യുന്നില്ല. ഇവൻ കൈ കൊട്ടുന്നില്ല, ഇവന് സ്തോത്രവും ഇല്ല, സ്തുതിയില്ല. ദൈവത്തിന് പ്രസാദം തോന്നുന്നു. എടാ, രോഗിയായിട്ട് വന്നവൻ കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നു. ആ രോഗത്തിനകത്ത് കൈ പൊക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം മാനിക്കുവോ? ദൈവം മാനിക്കുവോ? ആരെ മാനിക്കുന്നേ? സ്തോത്രം. ഞാൻ സ്തോത്രം. ചില വർഷങ്ങൾ കൊണ്ടുള്ള വിഷയം ഞാൻ പറയാം. എന്റെ ഈ കൈ പൂർണ്ണമായിട്ട് പൊങ്ങത്തില്ല. ചില വർഷങ്ങൾ കൊണ്ട് എന്റെ കൈ പൂർണ്ണമായിട്ട് പൊങ്ങത്തില്ല. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച ഈ കെട്ട് പൊട്ടിയെ പൊങ്ങത്തില്ലെങ്കിൽ എങ്ങനെ ഒരു പൊക്കും? കാര്യം എന്തുവാ? ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ കൈ എനിക്കൊരു ബലഹീനമല്ല. കർത്താവ് എന്ത് പറഞ്ഞേ? നിന്റെ വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുമെങ്കിൽ അതിനെ വെട്ടിയെറിഞ്ഞ് കള. നീ ഒറ്റ കൈയിനായി സ്വർഗത്തിൽ പോകുന്നതല്ലയോ ഏറ്റവും നല്ലത്. അല്ലാതെ രണ്ട് കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഏറ്റവും ഉപരി ഒറ്റ കൈയിനായി സ്വർഗത്തിൽ പോകുന്നത്. അപ്പൊ ഇത് പ്രതികൂലമാണെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കത്തില്ല. ഈ പ്രതികൂലത്തെ തന്നെ ഞാൻ എന്തിരിക്കും? സ്തുതിച്ചോണ്ടിരിക്കും, ആരാധിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് കൈ എന്ത് ചെയ്തു? ദൈവം അഴിപ്പിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞില്ലയോ, 18 വർഷം കൊണ്ട് അബ്രഹാമിന്റെ മകളെ ഇവിടെ ബന്ധിച്ചു വെച്ച ബന്ധനത്തെ അഴിക്കുന്നതാണോ ശബത്തിനാളിൽ അഴിക്കുന്നതാണോ നല്ലത്? അല്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പിന്നെയും ബന്ധനത്തിലേക്ക് വിടുന്നതാണോ നല്ലത്? അപ്പോൾ നമ്മുടെ ശരീരത്തെ ആരെ ബന്ധിച്ചു വെച്ചത്? പിശാച് ബന്ധിച്ചു വെച്ചു. ആ പിശാചിനെ യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചെന്ത് ചെയ്യണം? ഉയർത്തണം. അതാണ് ആരാഗ്രഹിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളിൽ നിന്നെല്ലാം ദൈവം ആഗ്രഹിക്കുന്നതാ. നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാം, ഞായറാഴ്ച ഞാൻ വരും. 6 ദിവസം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് അമ്മ പരാജയമാണെന്ന് പിശാച് എന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വാദിച്ചുകൊണ്ടിരിക്കുക. നീ പരാജയവാ, നീ പരാജയവാ, നീ പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല, ഇന്ന വിഷയം വിടുതൽ കിട്ടത്തില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാ. ഞായറാഴ്ച നീ അങ്ങോട്ട് വന്ന് ദൈവസ്ഥാനത്തിൽ അങ്ങോട്ട് ആരാധിക്കുമ്പോ നീ പുറത്താരോടും പറയണ്ട. നീ ഇരിക്കുന്നിടത്ത് ആരാധിച്ചോ, അവിടെ ആരിറങ്ങി വരും? സ്വർഗം ഇറങ്ങി വരും. കാര്യത്തോ സഭ ഒന്നിച്ച് ഒറ്റ ശബ്ദത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവജനം ഒന്നിച്ച് ശബ്ദത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആ വ്യക്തിയുടെ മേൽ ഇറങ്ങി വരും. കർത്താവ് ഇറങ്ങി വരും. യേശുവിന്റെയും മറുപടിയായിരിക്കും. നിങ്ങൾ പകൽ വിശ്വസിക്കുന്ന ദൈവജനമേ, ഈ ദൈവത്തിന്റെ ദൂതം അങ്ങോട്ട് ഇറങ്ങട്ടെ. ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ദൂതം അങ്ങോട്ട് വെളിപ്പെടാട്ട്. ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽ അങ്ങോട്ട് വെളിപ്പെടാട്ട്. വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ കൃപ ഇന്ന് പകലൊന്ന് പ്രാപിക്കട്ടെ. വചനത്തെ റിലീസ് ചെയ്തോണ്ട് പ്രാർത്ഥന. അപ്പൊ പിതാവേ, 1 2 പേർ എവിടെ കൂടുന്നു അവരുടെ മധ്യയിൽ ഇറങ്ങി വരുന്ന കർത്താവ് ഇന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന കേൾക്കാൻ പോവുക. എന്റെ പ്രാർത്ഥന കേൾക്കാൻ പോവുക. കഴിഞ്ഞ നാളുകളിൽ ഞാൻ റൂമിനെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് എനിക്ക് മറുപടി ഇല്ലെങ്കിൽ ഇന്ന് പകൽ എനിക്കൊരു മറുപടിയോ. പകൽ ഒരു മറുപടിയുടെ പകൽ, ഒരു ഉണർവിന്റെ പകൽ. നമ്മൾ ഇന്ന് 1 2 പേർ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടെന്ന് വചനത്തിനകത്ത് പറഞ്ഞു. എങ്കിൽ
ഇന്ന് പകല് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് കയറുവാൻ ആഗ്രഹിക്കും. നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ചൂട്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. മഴ പെയ്യുന്ന മഴയെ പ്രാർത്ഥിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ, മഴ പെയ്യാത്തടുത്ത് മഴ പ്രാർത്ഥിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകല് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും. ഈ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഈ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഈ ഉഷ്ണം ഒന്ന് മാറട്ടെ. സ്വർഗത്തിന്റെ ആകാശത്തിന്റെ കിളിവാതിലുകൾ ഞങ്ങൾക്കായി ഒന്ന് തുറക്കട്ടെ. അവൻ മഴ പെയ്യട്ടെ. ദേശത്ത് മഴയില്ലാതെ ശരീരത്തിനകത്ത് മനസ്സിനകത്ത് ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. ഇന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു. ഒരു മഴയുടെ ഉറവ് തുറക്കട്ടെ. ഒരു മഴയുടെ ഉറവ് തുറക്കട്ടെ. കാലാവസ്ഥ പറയുന്നവൻ പറയുന്നതല്ല, കാലാവസ്ഥ ഉണ്ടാക്കിയ ദൈവത്തോട് പറയുന്നത്, ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തോടുന്നത് കേൾക്കണമേ, സ്വർഗത്തോടുന്നത് കേൾക്കണമേ. മഴ പെയ്യട്ടെ ദൈവം, മഴ പെയ്യട്ടെ, മഴ പെയ്യട്ടെ ദൈവം. ഈ കാലാവസ്ഥ മാറട്ടെ. ഈ കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിക്കട്ടെ. മഴ പെയ്യട്ടെ, ഭൂമി തണുക്കട്ടെ. ഈ ഭൂമിയുടെ വിളവുണ്ടാവട്ടെ. അത് അനേകം വിളവ് അനുഗ്രഹമാവട്ടെ. ശരീരത്തിനകത്ത് മനസ്സിനകത്ത് ഒരു കുളിമ ഉണ്ടാവട്ടെ. ഒരേ മനസ്സോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് പകല ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാക്കി തരുന്നതിനാൽ, ആ ദൈവത്തിന്റെ ദൂതം നിവർത്തിയാക്കി തരുന്നതിനായി, ദൈവത്തിന്റെ ആലോചന നിവർത്തിയാക്കി തരുന്നതിനായി, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിവർത്തിയാക്കി തരുന്നതിനായി, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിവർത്തിയാക്കി തരുന്നതിനായി, ദൈവത്തിന്റെ അത്ഭുതം നിവർത്തിയാക്കി തരുന്നതിനായി ഇന്ന് പകൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തിന്റെ ആലോചന ഇന്ന് പകൽ വെളിപ്പെടാത്ത കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഴ പെയ്യും. മഴ നമുക്ക് തന്നെന്ന് വിശ്വാസമുള്ള ഒരു കരങ്ങളിൽ സ്തുതിച്ചേ. നിശ്ചയമായി നിശ്ചയമായി ഈ ദിവസങ്ങളിൽ ദൈവം വഹിക്കും, ദൈവം അനുഭവിക്കും. ആ സന്തോഷം ദൈവം തരും. ആ സന്തോഷം അനുഭവിക്കാൻ ദൈവം തരും. എല്ലാ ജില്ലകളിലും പെയ്യട്ടെ. കേരളത്തിനകത്ത് എല്ലാ ജില്ലകളും, വരണ്ട് കിടക്കുന്ന ജില്ലകൾ, അതികാലം ഒരു നേരം വെള്ളം പോലും ഇല്ലാത്ത ജില്ലകളുണ്ട്. അപ്പൊ പിതാവേ, അവരുടെ കണ്ണുനീര് കണ്ട് ദൈവം മറുപടി അയക്കട്ടെ. ഓരോ ജില്ലയിലും പെയ്യട്ടെ. ആവശ്യത്തിന് അപ്പുറത്ത് വെള്ളം വരട്ടെ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയിൽ ചോദിച്ചാൽ ലഭിക്കാത്ത ഒരു വിഷയമില്ല. ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. നമ്മൾ വിശ്വസിച്ചെങ്കിൽ നിശ്ചയമായി ആര് മറുപടി തരും? കർത്താവ് മറുപടി തരും. സ്തോത്രം. 7 വട്ടം കർമ്മേൽ പർവ്വതത്തിനകത്ത് ദൈവം ഏലിയാവിന്റെ ദൂതൻ പോയി നോക്കി. 7ാം വട്ടമാ എന്ത് വന്നത്? കർമ്മേയം പോലെ ഒരു കൈപ്പത്തി വന്നു. അതുവരെ അവനൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ 7ാം വട്ടം നോക്കിയപ്പോൾ അവനെ കാണാൻ പറ്റിയെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഈ 7 ദിവസത്തിനകത്ത് ദൈവം ഒരു ശക്തമായ മഴ തരട്ടെ. നമ്മൾക്ക് ആശ്വാസം തരുന്ന രീതിയിൽ, നമ്മുടെ ശരീരത്തിന്റെ രോഗങ്ങളും ബലഹീനങ്ങളും മാറുന്ന രീതിയിൽ, അമ്മകാല സ്തോത്രം, ഭൂമിയിൽ അമ്മ വിളവ് അമ്മ ഉണ്ടാവുന്ന രീതിയിൽ ദൈവം ഈ ഭൂമിയെ തണുപ്പിക്കട്ടെ. ഈ ഭൂമിയിൽ മേലെ ഒരു ആശ്വാസം സ്വർഗത്തിന്റെ ദൈവം പകരട്ടെ. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില പ്രതികൂലം വരുമ്പോൾ, ചില പ്രയാസം വരുമ്പോൾ, സ്തോത്രം, ചില സമയത്ത് ഞാൻ മൗനമായി. ഈ മൗനം എനിക്ക് പ്രശ്നമാണ്. ചിലവർക്ക് എന്നോട് വിരോധമെല്ലാം തോന്നിപ്പോകും. എന്തും മൗനമായിട്ടിരിക്കുന്നത്? മൗനമായിരിക്കുന്ന വേറെ ഒന്നുമല്ല. ചില കാര്യത്തിനകത്ത് എത്ര സന്തോഷം വന്നാലും ഞാൻ സന്തോഷിക്കത്തില്ല. കാര്യം ദൈവം എനിക്കൊരു ആശ്വാസം തരാതെ, ദൈവം ഒരു സമാധാനം തരാതെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കിയ വ്യക്തിയറിയോ മക്കളെ? എനിക്ക് സ്തോത്രം 2 മുഖമൊന്നുമില്ല. സ്തോത്രം അകത്ത് വെച്ചുകൊണ്ട് പുറത്ത് എല്ലാം ഓപ്പൺ, എല്ലാം ഓപ്പൺ. അല്ലാതെ സ്തോത്രം ഒരു മനസ്സിൽ ഒരു കാര്യം വെച്ചിട്ട് പെരുമാറുന്ന പരിപാടിയൊന്നുമില്ല. പറയാനുള്ളത് നീ പറയും. സ്തോത്രം. അത് തന്നെ എനിക്ക് പ്രശ്നം. എന്റെ ഏറ്റവും വലിയ പ്രശ്നം അത്. കാര്യം എന്തുവാ? പറയാനുള്ളത് പറയുന്നത് കൊണ്ടാണ് പ്രശ്നം. സഭകൾക്കായാലും മറ്റുള്ളവർക്ക്, വ്യക്തികൾക്കായാലും എന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ പറയുന്നത് വിഷയം. പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും സ്തോത്രം എന്റെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യമോ വൈരാഗ്യമോ അല്ല പറയുന്നത്. എന്നിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന കൃപാവരത്തിലാണ് ഞാൻ പറയുന്നത്. കാര്യം എന്തുവാ? നിങ്ങൾ തെറ്റിപ്പോകരുത്. അതാണ് എന്നെ ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്. അത് പറയാനാണ് ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്ക് നിങ്ങളോട് എന്തില്ല, ഒരു വൈരാഗ്യവും ഇല്ല, ദേഷ്യവും ഇല്ല. സഭകളോടായാലും പെന്തിക്കോസിനോടായാലും മൂപ്പന്മാരായാലും ദൈവദാസന്മാരായാലും ദൈവമക്കളോടായാലും ആരോടും എനിക്കെന്തില്ല, ഒരു
വൈരാഗ്യവും ദേഷ്യമോ ഇല്ല. പക്ഷേ ദൈവവചനത്തിന് പ്രമാണത്തിനെതിരെ നിൽക്കുമ്പോൾ അത് വിളിച്ചു പറയും. കാര്യം എന്തുവാ? അതെനിക്ക് പറഞ്ഞേ പറ്റൂ. അതാണ് എന്റെ ദൈവം ഏൽപ്പിച്ചത്. അല്ലാതെ എനിക്ക് ആരോടും എന്തില്ല, ഒരു ദേഷ്യവുമില്ല. അവരോട് ചെയ്യുന്നതിന്റെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ആര് കൊടുത്തോളൂ? ദൈവം കൊടുത്തോളൂ. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തിനകത്ത് പറഞ്ഞു കേട്ടില്ലയോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയും. പ്രൈസ് ദി ലോർഡ്. എനിക്കതിന് അടുത്ത സങ്കീർത്തനത്തിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഭക്തൻ പറയുക, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത്. കാര്യം എന്തുവാ? ഞാൻ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ നീ എന്നെ കൈവിട്ടു. കൈവിടണമെങ്കിൽ ഞാൻ എന്തോ നീ അകന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ തിരിച്ചറിവ് ദൈവമക്കളായ നമുക്ക് പലപ്പോഴും ഇല്ലാതെ, ഈ തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ലാത്തത്. കാര്യം എന്തുവാ? ദൈവം എന്നെ കൈവിട്ടുവെങ്കിൽ ആ കൈവിടണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ട്. അടുത്ത വാക്യം ഒന്നുകൂടി വായിക്കാം. എന്നെ രക്ഷിക്കാതെയും എന്റെ ഞെരുക്കത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? അടുത്തത് പറയുക. ഏറ്റവും നല്ല പോയിന്റാ പറയുന്നത്. എന്തുവാ? ദൈവം എന്നിൽ നിന്ന് അകന്നു നിൽക്കാൻ. അപ്പോഴും ദൈവമക്കളും ദൈവമക്കളെ എങ്ങനെ ചേർത്ത് വെച്ചേക്കുന്നത്? ചേർത്ത് പിടിച്ചു വെച്ചേക്കുക. നമ്മൾ ദൈവമക്കള് ദൈവത്തോട് എങ്ങനെ ഇരിക്കുന്നത്? അകന്നാണോ ഇരിക്കുന്നത്? ചേർത്ത് പിടിച്ചേക്കുക. വാക്ക് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുക? കുളിർമ തരുക, സന്തോഷം തരുക. കാര്യം ദൈവമക്കളെ ഒരിക്കലും എന്ത് ചെയ്യില്ല, മാറ്റിയല്ല നിർത്തേക്കുന്നത്. കർത്താവിന്റെ ചേർത്ത് പിടിച്ചേക്കുക. അതാ ഭക്തൻ ചോദിക്കുക, കർത്താവേ ഞെരുക്കത്തിൽ ഇരുന്നിട്ട് എന്നെ എന്തിനാ അകത്തി മാറ്റിയത്? എനിക്ക് ഞെരുക്കം വന്നതെന്താ? ഈ പ്രതികൂലം വന്നതെന്താ? അതുകൊണ്ട് ആദ്യം ഭക്തൻ ചോദിച്ചത്, കർത്താവേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താ? അതുകൊണ്ട് എനിക്ക് ഞെരുക്കം വന്നു. അപ്പൊ ദൈവം കൈവിടത്തില്ല എങ്കിൽ, ദൈവം സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മളെ മേൽ എന്ത് വരത്തില്ല? ഞെരുക്കം വരത്തില്ല. അപ്പൊ ചിലപ്പോ എല്ലാം ഞെരുക്കവും വരും, പ്രതികൂലം എല്ലാം വരണം. എങ്കിലേ ആരെ അറിയത്തുള്ളൂ? കർത്താവിനെ നമുക്ക് അറിയത്തുള്ളൂ. കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലേ? സ്തോത്രം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫതന്റെ പറഞ്ഞ സാക്ഷ്യം എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇതുവരെ ഞാൻ അത് അനുഭവിച്ചിട്ടില്ല. സഭയിൽ വന്നിട്ട് അത് അനുഭവിക്കാൻ പറ്റിയോ? അത് കർത്താവ് സ്നേഹിക്കുന്നോണ്ട്, കർത്താവ് കരുതുന്നോണ്ടാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വയ്യാതെ കിടക്കാൻ നോക്കി, പക്ഷെ കിടത്താൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരാധന ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. സ്തോത്രം. ദൈവത്തിനുള്ളതാ. അപ്പൊ ദൈവസന്നിധി വില കൊടുത്തപ്പോ, സ്തോത്രം, അല്ല രണ്ടാമത്തെ വട്ടമായി, 2 വട്ടം അങ്ങനെ തോന്നി. രണ്ടാമത്തെ വട്ടം പോയി അപ്പുറത്ത് പോയി കിടന്നു. ഇല്ല, ഞാൻ എന്നാൽ പോയി എഴുന്നേറ്റ് നിൽക്കുക. സ്തോത്രം. നമ്മൾ വില കൊടുത്തപ്പോൾ ആര് വെളിപ്പെട്ടു? കർത്താവ് വെളിപ്പെട്ടു. ഇതേപോലെ നമ്മൾ എല്ലാ വിഷയത്തിനകത്തും ഇത് തന്നെ. എന്തു പറയുക? ഞാൻ ഞെരുക്കത്തിൽ നിന്നപ്പോൾ നീ അകന്നു നിൽക്കുന്ന എന്താ? അപ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നില്ല? അകത്തി നിർത്തുന്നില്ല. മനുഷ്യനാണ് പലപ്പോഴും നമ്മളെ അകത്തി നിർത്തുന്നത്. പലപ്പോഴും ബന്ധങ്ങളും സ്വന്തങ്ങളും നമ്മളെ അകത്തി നിർത്തുന്നത്. അകത്തി നിർത്താത്ത ഒറ്റ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശുപുത്രനാണ്. നമ്മളെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? അകത്തി നിർത്തുന്നില്ല, ചേർത്ത് നിർത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ചേർത്ത് നിൽക്കപ്പെടുന്ന നമ്മളെ കുറവ് കൊണ്ടായിരിക്കാം, നമ്മളെ വീഴ്ച കൊണ്ടാവാം പലപ്പോഴും ആരെയും അകന്നു പോകുന്നത്? ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ദൈവം ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പ്രിയതേ മക്കളെ 24 മണിക്കൂർ കഴിയാൻ വേണ്ടി ചിലവര് ലക്ഷങ്ങൾ മുടക്കിയ ഒരു ദിവസം കഴിഞ്ഞു പോകുന്നു. ആ സമയത്ത് 1 രൂപ പോലും ചെലവില്ലാതെ നമ്മൾ സുഖമായിട്ട് ഓരോ ദിവസവും കടന്നു പോകുന്നു. അതിന് ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? എത്ര നന്ദി പറഞ്ഞാൽ തീരും? എത്ര നന്ദി പറഞ്ഞാൽ തീരും? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുക, ഈ ചൂട് സമയത്ത് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന അടുത്ത ആൾക്കാരുണ്ട്. ചൂട് സമയത്ത്, കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ചൂട് സമയത്ത് 1 ഗ്ലാസ് വെള്ളമേ കുടിക്കാൻ പറ്റും. അതിൽ കൂടുതൽ വെള്ളം അവർക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഇത് കണക്കൂട്ടി 1 ഗ്ലാസ് വെള്ളം ഈ ചൂട് സമയത്ത് അവർ കുടിക്കുന്ന 1 ഗ്ലാസ് വെള്ളം കൂടുതൽ കുടിക്കാൻ പറ്റത്തില്ല. നെഞ്ചിനകത്ത് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. കുടിച്ച പ്രശ്നമാണ്. എന്തൊരു രോഗം!
എന്തൊരു രോഗമാണ്. നമ്മൾ വെള്ളം കമകമാന്ന് പറഞ്ഞ് കുടിക്കുവല്ലേ? വേർത്ത് വേർത്ത് പോയിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് കുടിച്ചോണ്ടിരിക്കുക. അവർക്ക് അളവുണ്ട് കുടിക്കാൻ. സ്തോത്രം. കിഡ്നി പോയുള്ളൂ, അളവുണ്ട് കുടിക്കാൻ. സ്തോത്രം. എനിക്കറിയാവുന്ന ഒരു അച്ഛനും അമ്മാവും പറയാം, അവരുടെ അളവാ. അവര് റേഷൻ അളന്നുപോലെ വെച്ചാ വെള്ളം കുടിക്കുന്നത്. ദാഹത്തിനല്ല കുടിക്കുന്നത്. ദാഹത്തിന് അവർക്ക് കുടിക്കാൻ പറ്റത്തില്ല. ദാഹം തീർത്ത് കുടിക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുവാ? ഈ രോഗമാ. ഇത് കുടിച്ചാ പ്രശ്നമാ. വെള്ളമാ കുടിച്ചാ പ്രശ്നമാ. നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? അതിന് എത്ര ദൈവത്തെ സ്തുതിക്കണം. ആ രോഗം നമ്മളെ കുടുംബത്തിനകത്ത് വരാൻ വല്ല താമസം വല്ലതും ഉണ്ടോ? അത് നമ്മളെ കുടുംബത്തിൽ വരാതെ ഒരു കവലം ഇരിക്കുന്നോണ്ടാ. ഒരു കവചം ഇരിപ്പുണ്ട്. എന്തുവാ? കർത്താവിന് ഒരു വലയം ഇരിപ്പുണ്ട്. യോബിനെ അടിച്ചതുപോലെ, വേലി അടിച്ചതുപോലെ ഒരു വലയം ഇരിപ്പുണ്ട്. കയറണമെങ്കിൽ ദൈവം അറിയണം. അതിന് ദൈവത്തെ എത്ര സ്തുതിച്ചാ തീരുമോ? അവരെ തുപ്പലും ഇഴുക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഞാൻ അവർക്ക് വെറും പച്ചവെള്ളമല്ലയോ. കർത്താവ് നമ്മളെ കരുതുന്നു, സ്നേഹിക്കുന്നു. നമ്മളാണെങ്കിൽ എപ്പോഴും അങ്ങ് പുറവുറുപ്പാ. ദൈവസന്നിധിയിൽ എന്തെങ്കിലും ലഭിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങ് പുറവുറുപ്പാ. ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, പുറവുറുപ്പെല്ലാം ഒന്ന് മാറ്റ്. ആ സങ്കീർത്തന പുസ്തകത്തിനകത്ത് ഭക്തൻ പ്രാർത്ഥിക്കുന്ന പോലെ ഒന്ന് പ്രാർത്ഥിര്. കർത്താവേ, നീ എന്നെ കൈവിട്ടത് എന്താ? കാര്യം എന്തുവോ? അവൻ അവിടെ നിരപ്പ് പ്രാപിക്കണം. അവന് മനസ്സിലായി എന്തുകൊണ്ടായി പ്രതികൂലം വന്നത്, പ്രയാസം വന്നത്. ദൈവം എന്നെ കൈവിട്ടു. കൈവിടണമെങ്കിൽ, ദൈവം അകന്നിരിക്കണമെങ്കിൽ എന്തോ കാര്യവും. അതെനിക്ക് നിരപ്പ് പ്രാപിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് ദൈവമക്കളെ നമ്മളെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് ചെന്ന് പ്രാപിക്കാൻ പറ്റൂ. ഇന്ന് ഈ കാഴ്ചപ്പാടൊന്നുമല്ല. ഇന്ന് ശക്തമായിട്ട് ദൈവത്തിന്റെ വചനപ്രകാരം ഉപദേശിക്കുന്നവരെ അല്ലെങ്കിൽ വചനപ്രകാരം നിൽക്കുന്നവരെ ഒന്നും ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. സ്തോത്രം. ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. ഇന്നലെ എന്നോട് ചോദിച്ചൊരു ഒരു ചോദ്യത്തിന്റെ മറുപടി ഞാൻ പറയട്ടെ. സമ്പത്ത് ദൈവം തരും. സമ്പത്ത് ദൈവം തരുന്നതിന് ഒരു ലിമിറ്റും ഇല്ല. ദൈവം ഒരു വാതിൽ തുറന്നാൽ പിന്നെ സമ്പത്ത് ദൈവം തന്നുകൊണ്ടിരിക്കും. ഭവനം ദൈവം തരും. അയ്യോ, ഞാൻ യേശുവിനെ അറിഞ്ഞുകൊണ്ട് നീ എന്റെ ജീവിതം എല്ലാം കുടില്ല. ഒരിക്കലുമല്ല. ശ്രേഷ്ഠമായ ഭവനം നിനക്ക് തരും. ശ്രേഷ്ഠമായ വാഹനം നിനക്ക് തരും. ശ്രേഷ്ഠമായ ബന്ധങ്ങൾ നിനക്ക് തരും. ശ്രേഷ്ഠമായ ഉയർച്ചകൾ നിനക്ക് തരും. നീ എവിടെ പോയാലും മാനിക്കപ്പെടും. ഇതെല്ലാം ആര് തരും? കർത്താവ് തരും. പക്ഷെ ഇതിന്റെ ഒന്നും പിന്നാലെ നീ പോകരുത്. ഇതൊന്നും അന്വേഷിച്ച് നീ നടക്കല്ല. അവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട. ഞാൻ ഒരു ദൈവദാസന്റെ കാര്യം പറയാം. സ്തോത്രം. ആ ദൈവദാസൻ വലിയ കാഴ്ചപ്പാടുള്ള, കർത്താവിനാൽ വലിയ കാഴ്ചപ്പാടുള്ള ഒരു ദൈവദാസനായിരുന്നു. വലിയ സമ്പന്നമായ കുടുംബത്തിലൊന്നുമല്ല പുള്ളി ജനിച്ചത്. ദാരിദ്ര്യമായ കുടുംബത്തിനകത്താണ് ജനിച്ചത്. ദാരിദ്ര്യങ്ങൾ അനുഭവിച്ച് ആ ദാരിദ്ര്യത്തിന്റെ മധ്യേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവവചനത്തെ സുവിശേഷ നിലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അതുവരെ പുള്ളിയുടെ ജീവിതത്തിനകത്ത് പട്ടിണിയായിരുന്നു. നല്ല ഡ്രസ് ഇട്ടിട്ടില്ല, നല്ല ആഡംബര ജീവിതമില്ല, എല്ലാ പ്രതികൂലത്തിന്റെ ജീവിതമാണ്. പുള്ളി സ്തോത്രം ദൈവവചനം പഠിച്ചു. ദൈവവചനത്തിന്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. അങ്ങനെ ഒരു ടീമിന്റെ കൂടെ പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ദൈവവചനം പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങൾ പലപ്പോഴും പുള്ളിയുടെ ദാരിദ്ര്യ അവസ്ഥ പുള്ളി എന്ത് ചെയ്യത്തില്ല? പറയത്തില്ല, ആരോടും പറയത്തില്ല. സ്തോത്രം. ഈ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇദ്ദേഹം അവരോടൊപ്പം പഠിക്കുന്ന കുഞ്ഞാ. സ്തോത്രം. പുള്ളിക്ക് വലിയ ശുശ്രൂഷകളൊന്നുമില്ല, വലിയ കഴിവുകളൊന്നുമില്ല. സ്തോത്രം. പുള്ളി അപ്പോഴെന്ത് ചെയ്യും? പുള്ളി അപ്പോഴ് ഒരു ദിവസം ബാർച്ചുകൊണ്ടിരുന്ന പുള്ളിക്ക് തോന്നി, അത് ചെയ്യാൻ തോന്നി. ഒരു രാവിലെ 4 മണിയാകുമ്പോൾ പുള്ളി എഴുന്നേറ്റിട്ട് ഈ പിള്ളേരുടെ എല്ലാം ഡ്രസ്സ് കൊണ്ട് കഴുകി. വെളുപ്പിന് 4 മണിയാകുമ്പോൾ പുള്ളിയുടെ പരിപാടി ചെയ്താ ഡ്രസ്സ് കഴുകും. ഇവര് ഗാഡി എഴുന്നേറ്റ് രാവിലെ സ്തോത്രം വരുമ്പോഴെല്ലാം അയൽ നനച്ചിട്ടുണ്ട്. പുള്ളി അതൊരു ശുശ്രൂഷയായിട്ട് കണ്ടു. ഇന്ന് പലർക്കും ചില ശുശ്രൂഷ ചെയ്യുന്ന ഇഷ്ടമല്ല. പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഓരോ കൃപാവനും ഓരോരുത്തർക്ക് കൊടുത്തു. എല്ലാം കൊടുത്തിരിക്കുന്ന കർത്താവാണ്. നമ്മുടെ കൈ സൃഷ്ടിച്ചുപോലല്ല കാല് സൃഷ്ടിച്ചിരിക്കുന്നത്, മൂക്ക് സൃഷ്ടിച്ചുപോലല്ല വായ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം അതിന്റെ ആവശ്യങ്ങളുണ്ട്. ഒന്നുപോലും ചെറുതല്ല. ഒരു വിരല് പോലും നമുക്ക് പ്രാധാന്യമാണ്, നഖപ്രാധാന്യമാണ്. അതേപോലെ ശുശ്രൂഷകൾ തരുന്ന കൃപാവരങ്ങൾ ദൈവം തരുന്നത് ഓരോരുത്തർക്കും
ആരും കുറവും വലിപ്പമുള്ളവരല്ല. എല്ലാവർക്കും വലുതറിഞ്ഞാൽ മതി. വലുത് മതി, ഇല്ലയോ? വലുതനുസരിച്ച് എന്തോ ചെയ്യണം? കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട്. കണക്ക് കൊടുക്കണം. ചെറുതി നിൽക്കുന്നതാ നല്ലത്. പ്രൈസറോ, ചെറുതി നിൽക്കുന്നതാ നല്ലത്. വലുത് മേടിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? കണക്ക് അവിടെ ബോധിപ്പിക്കണം. പ്രൈസറോ, ഈ നിവാസന്റെ വലിയ ശുശ്രൂഷയാണ്. എന്തുവാ? ഡ്രസ്സുകളെല്ലാം കഴിയുള്ളൂ. ഇതാർക്കും അറിയരുത്. പിള്ളേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചോദിച്ചു, ഇതാരാ ഇത് ചെയ്യുന്നത്? ആരാ ചെയ്യുന്നത്? അധ്യാപകരോട് ചോദിച്ചു. അധ്യാപകർ ചോദിച്ചു, ആരാ ഇത് ചെയ്യുന്നത്? സ്തോത്രം. ഇത് പുള്ളിക്കാരന്റെ ഒരു ശുശ്രൂഷയായിട്ട് പുള്ളി കണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കാൻ വന്ന ദൈവമക്കൾ, ദൈവം ഈ കുഞ്ഞുങ്ങളെല്ലാം ദൈവദാസന്മാരാ, ഭക്തന്മാരാ. ഇവരെ മാനിക്കണം. സ്തോത്രം. എന്നാൽ കൂടെ പഠിക്കുന്ന ആളാ, ഇവരുടെ കൂടെ പഠിക്കുന്ന ആളാ പറയുക, ഇവരെല്ലാം ഭക്തന്മാരാണ്. ഇവരെ എന്ത് ചെയ്യണം? നാളത്തെ കാലഘട്ടത്തിന് വേണ്ടി കർത്താവ് ഇവരെ ഉപയോഗിക്കേണ്ടതാ. ഈ ഭക്തന്മാരെ എന്ത് ചെയ്യണം? ഇവരെ ഞാൻ മാനിക്കും. എന്നെ കൊണ്ട് ചെയ്യുന്ന സഹായം ഞാൻ ചെയ്യും. പുള്ളിക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല, പുള്ളിക്ക് ഇതേ ചെയ്യാനും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിള്ളേർ പല ടൈമുകളിൽ ഇറങ്ങി നോക്കുമ്പോൾ ആ ടൈമെല്ലാം പുള്ളി മാറ്റിക്കൊണ്ടിരിക്കും. പുള്ളി ചെയ്യേണ്ട കാര്യം പുള്ളി ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ്. ഒരു നാൾ പുള്ളിയെ പിടിച്ചപ്പോഴും പുള്ളിയോട് ചോദിച്ചു, ഒരു അധ്യാപനെ പിടിച്ച് ചോദിച്ചു, നീ ഇതെന്തൂടെ ചെയ്യുന്നു? നിനക്ക് ഇതിന്റെ ആവശ്യം എന്തുവാ? നിനക്ക് ഇതിനകത്ത് എന്തോ കിട്ടും? എനിക്കിവിടെ വേണ്ട, അവിടെ കിട്ടും. പ്രൈസലോ. കാര്യം ഇത് ദൈവവേലയ്ക്ക് ഇറങ്ങിയ പിള്ളേരാ. ഇവര് നാളത്തെ ദൈവദാസന്മാരാ. ഇവരെ ഇപ്പോഴേ ശുശ്രൂഷിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. പുള്ളിയുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു. ഈ കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, സ്തോത്രം, ചില നാളുകൾ കഴിഞ്ഞു. സിമ്പിളാ. ചില നാളുകൾ കഴിഞ്ഞു. പുള്ളിയുടെ ആത്മീയ കാഴ്ചപ്പാട് കണ്ട്, ആത്മീയമായുള്ള കാഴ്ചപ്പാട്, അതേപോലെ പുള്ളി ശുശ്രൂഷിക്കുവാനായാലും മറ്റുള്ളവരോട് സുശേഷം പറയുന്നതിലായാലും പുള്ളിക്ക് വലിയ കഴിവുകളൊന്നുമില്ല. പുള്ളി എല്ലാത്തിലും മാറി സിമ്പിൾ വാക്കുകൾ കൂടെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ നിൽക്കുന്ന ഈ ശുശ്രൂഷകനെ, സ്തോത്രം, ദൈവം എന്ത് ചെയ്യാൻ തുടങ്ങി? അനുഗ്രഹിക്കാൻ. കാര്യം ഇവരുടെ ഈ മിനിസ്ട്രിയെ, സ്തോത്രം, ലോകത്തിന്റെ ഏഴാമത്തെ പണക്കാരി അമേരിക്കൻ മദാമേ ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ മിനിസ്ട്രി, ഇദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പോൾ ഇദ്ദേഹത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവരെ വിവാഹം ചെയ്തു. ആരാ? ലോകത്തിന്റെ, കേരളത്തിന്റെ ഒന്നുമല്ല, ലോകത്തിന്റെ ഏഴാമത്തെ. അന്ന് കണ്ട് പുള്ളിക്ക് കിട്ടിയത് സ്ത്രീധനം ഒരു കപ്പലാണ്. എവിടെ കിടന്ന ആളാ? മാനിച്ചോ ദൈവം? കപ്പല് കിട്ടിയെന്ന് പറഞ്ഞ പുള്ളി നിഗളിച്ചൊന്നുമില്ല. കപ്പൽ വിട്ടുവരെ സൂക്ഷിച്ചവരെ. അത്രയ്ക്ക് കാഴ്ചപ്പാടിലേക്ക്, ദൈവത്തോട് ഉള്ള കാഴ്ചപ്പാട്, ദൈവത്തോട് കൊടുത്തിരിക്കുന്ന, ദൈവമായിട്ട് പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന സ്തോത്രം കാഴ്ചപ്പാട്, ദൈവം പുള്ളിയോട് സംസാരിക്കുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ദൈവത്തോട് കൂടുതലായി അടുത്തു. പുള്ളി മിനിസ്ട്രി ചെയ്തു, ശുശ്രൂഷ ചെയ്തു, സകലതും വിറ്റു, സകലതും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കി. ലാസ്റ്റ് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? വെറും വട്ടപൂജ്യമായി, പഴയ പോലെ. പുള്ളിക്ക് നഷ്ടമായിട്ടൊന്നും പുള്ളിക്ക് തോന്നിയില്ല. പുള്ളി വിശ്വസ്തയോട് ദൈവസ്ഥനിൽ നിന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്ത്, സ്തോത്രം, അമേരിക്കയിൽ കൂടെ പുള്ളി ഇങ്ങനെ ഓരോ ട്രാക്ട് കൊടുത്തുകൊണ്ടുപോകും. ട്രാക്റ്റുകൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറിന്റെ ചില്ല് താന്നിരിക്കുന്ന കണ്ടപ്പോ അതിനകത്ത് ട്രാക്ട് ഇട്ടിട്ടങ്ങ് പോയി. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ഒരു ഫോൺ കോൾ വന്നു. ആരാണ് ഈ ട്രാക്ടിന്റെ ബാക്കിൽ ഫോൺ നമ്പർ? ആരാണ് എന്റെ വണ്ടിക്കകത്ത് ട്രാക്ട് കൊണ്ടിട്ട്? അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, ട്രാക്ട് ഇട്ടത് ഞാൻ. സ്തോത്രം. പുള്ളി ഓർത്തരി പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായിരിക്കും, പ്ലാൻ ആയിരിക്കും. സ്തോത്രം. ഞാൻ എന്തിനാ നിങ്ങൾ ട്രാക്ട് ഇട്ട്? അല്ല, അതിൽ യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി, യേശുവിനെ അറിയാത്തവരാണ് യേശുവിനെ അറിയാൻ വേണ്ടി ഈ ട്രാക്ട് ഇട്ടു. ഈ ട്രാക്ട് വായിച്ചു. ആ മനുഷ്യൻ വലിയൊരു കോടീശ്വരൻ. ആ ട്രാക്ട് വായിച്ചു പുള്ളിക്ക് രൂപാന്തരം ഉണ്ടായി, മാനസാന്തരം ഉണ്ടായി. പുള്ളി ആ ഫോണിൽ കൂടെ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്തു തരുന്നത്? നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ചെയ്തത്? എനിക്ക് ഒരാഗ്രഹമില്ല, നിങ്ങൾ യേശുവിനെ അറിയാം. ഈ ഒറ്റ ആഗ്രഹവുമായി ആർക്കുള്ളൂ? എനിക്കേ ഉള്ളൂ. നിങ്ങൾ യേശുവിനെ അറിയിക്കുക എന്ന് പറയുന്ന ഒറ്റ ആഗ്രഹമായി നിങ്ങൾക്ക്.
അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞാലല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പുള്ളിക്കാരൻ പ്രൈസ് ദി ലോർഡ് ഒരുപാട് നിർബന്ധിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം, ഞാനൊരു എമൗണ്ട് പറയാന്ന് പറഞ്ഞൊരു എമൗണ്ട് പറഞ്ഞു. ഈ ദേവദാസൻ ആ ഫോണും കൊണ്ട് അങ്ങ് തറയുകയും ബോധം കെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഞെട്ടിപ്പോയി ആ എമൗണ്ട് കേട്ടപ്പോൾ. ഞാൻ ഓർക്കുക, പ്രൈസ് ദി ലോർഡ്, കോടിയുടെ എമൗണ്ടാണ് പറയുന്നത്. അതിന് കാരണം പുള്ളി ബോധം കെട്ടുപോയി. പുള്ളിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റാതെ. അപ്പൊ ഭാര്യ അതിലേ വന്നപ്പോ ഭാര്യ നോക്കുമ്പോ ഈ ഫോണ് കിടക്കുന്ന, പുള്ളി താറ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഫോൺ എടുത്ത് പിന്നെയും വെച്ചപ്പോ പിന്നെയും കോള് വരുന്നു. മറ്റേയാളെ വെച്ച്, എന്നെ നിങ്ങൾ വെറും എന്റെ സമയം വെറുതെ നിങ്ങൾ കളയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബിസിയുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ നിങ്ങളോട് ഒരു എമൗണ്ട് പറഞ്ഞപ്പോ നിങ്ങൾ പിന്നെ എന്താ മിണ്ടാത്തത്? നിങ്ങൾ എന്താ ഫോണിൽ കൂടെ ഒന്നും അനക്കമില്ലാത്തത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനത് കേട്ട് ബോധം കെട്ട് വീണുപോയി. ആ എമൗണ്ട് കേട്ടു. എനിക്ക് അതൊന്നും വേണ്ട, അതിലൊരു 4-1 എനിക്ക് തന്നാണ്. കേരളത്തിനകത്ത് എനിക്കൊരു സുവിശേഷം ചെയ്യാനാണ്. ആ 4-1 ഇന്ന് കോടികൾ വരുന്ന രീതിയിൽ, പൈസകൾ വരുന്ന രീതിയിൽ സ്തോത്രം തിരുവല്ലയിൽ ഒരു ഓഫീസുണ്ട്. ആ 4-1 ഞാനിപ്പോ ഓർക്കും, ആ സായിപ്പ് പറഞ്ഞ എമൗണ്ട് എന്തുമായിരിക്കും? 4-1 അതിനകത്തൊന്ന് പുള്ളി മേടിച്ചത്. ആ ഫുൾ എമൗണ്ട് എന്തുമായിരിക്കും പുള്ളി ചോദിച്ചത്? ഈ 4-1 തന്നെ കോടിയുടെ സാധനം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒന്ന് പുള്ളി 1 അടുത്ത സുശേഷൻ പറയും. ഇന്ന് പുള്ളി ഭയങ്കര സുശേഷനാണ്. ഇന്ന് പുള്ളി ഭയങ്കര സ്തോത്രം ലോകരാഷ്ട്രം മുഴുവനും അറിയപ്പെടുന്ന സുശേഷനാണ്. ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു ഫണ്ട് വരണമെങ്കിൽ, ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൈ കൊടുക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വഴി വരാനാണ്. കാര്യം അദ്ദേഹം വിശ്വസ്തൻ എന്ന് കണ്ടാണ് ഇന്നും പല രാജ്യവും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. സ്തോത്രം. ഞാൻ പറയുക, അദ്ദേഹം വരുന്നതോ ഈ ഇത്രയും വലിയ സ്തോത്രം മിനിസ്ട്രി, ഇത്രയും വലിയ മിനിസ്ട്രി ഉള്ളപ്പോ അനേകം പാസ്റ്റർമാരെ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്യുവാൻ, IPCയിലുള്ളതും ചർച്ചകളിലുള്ളതും. എനിക്ക് തോന്നുന്നു ഒരു 75 വർഷത്തിന് മുമ്പേ അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പുള്ള ശുശ്രൂഷകന്മാർക്ക് വരെ പുള്ളി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. എല്ലാ മാസവും പുള്ളിയുടെ ഓഫീസിൽ നിന്ന് ഒരു എമൗണ്ട് വരുവാൻ. ദൈവം ചെയ്യുന്ന എല്ലാ ദൈവാസന്മാർക്കും അത് കൈപ്പറ്റാത്ത കുറവാ. അത്രയ്ക്ക് പുള്ളി എന്ത് ചെയ്യുമായിരുന്നു? സുശേഷ വേലയ്ക്ക് വേണ്ടി സഹായിക്കുക. ഇങ്ങനെ ഇരുന്നൊരു വ്യക്തി, സ്തോത്രം, ഇങ്ങനെ ജീവിച്ച ഒരു വ്യക്തി, കർത്താവിന് വേണ്ടി ഒന്നുമില്ലായ്മയെന്ന് വന്നു. കർത്താവ് ഇത്രയെല്ലാം മാനിച്ചു. ഇറക്കം വന്നു, താഴ്ച വന്നു, ഉയർച്ച വന്നു, നന്മ വന്നു, എല്ലാം വന്നു. ഇന്ന് ഏറ്റവും ടോപ്പിലിരിക്കുമ്പോൾ ആരെ മറന്നുപോയി? കർത്താവിനെ മറന്നുപോയി. ഞാൻ പറയുക, സമ്പത്ത് കൂടിയുള്ള കുഴപ്പമാണ് പറയുന്നത്. സമ്പത്ത് കണ്ടപ്പോ ആദ്യമൊന്നും പുള്ളി മയങ്ങിയില്ല, പുള്ളി വീണില്ല. പക്ഷെ ഇന്ന് പുള്ളി പിശാചിനെ സേവിക്കുന്നവനായി തീർന്നു. ഇന്ന് അത്രയ്ക്ക് അതമ്പതിച്ചു. ഞാൻ അധിവാസന്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. സ്തോത്രം. പിശാചിനെ സേവിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നു. കാര്യം, പെണ്ണുമ്പിള ഡൈവേഴ്സ് ചെയ്തു പോയി. പെണ്ണുമ്പിള ഡൈവേഴ്സ് ചെയ്തു പോയി. അവര് ആത്മീയം കണ്ടാണ് പുള്ളിയെ കല്യാണം കഴിച്ചത്. ഇന്ന് വലിയ പിള്ളേരെല്ലാം ഉണ്ട്. ഇന്ന് ഈ കേരളം മൊത്തം മേടിക്കാനുള്ള പൈസ പുള്ളിക്കാരൻ്റെ. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം പുള്ളി ചെയ്യുന്ന ഓരോ തെറ്റിനും മാറ്റിക്കൊണ്ടിരിക്കുക. കാര്യം, പുള്ളി അത്ര ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് അത്രയ്ക്ക് ടോപ്പിലാണ് പുള്ളി നിൽക്കുന്നത്. പക്ഷെ പുള്ളി ആരെ മറന്നുപോയി? സമ്പത്ത് വേണോ നമുക്ക്? എനിക്ക് വലിയൊരു പാഠമാണ് ആ മനുഷ്യൻ. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പുള്ളിയുടെ ആഹാരം ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ ബൈബിൾ കോളേജിൽ ഫ്രീ ആയിട്ട് പഠിച്ചവനാണ്. ഞാൻ പുള്ളിയുടെ ബൈബിൾ കോളേജിൽ ഫ്രീ ആയിട്ട് പഠിച്ചവനാണ്. സ്തോത്രം. ഞാൻ പുള്ളിയെ സ്തോത്രം അധികം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ പുള്ളിയെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന മനുഷ്യൻ. പക്ഷേ ഇന്ന് എനിക്കൊരു പാഠപുസ്തകം, എന്ത് ചെയ്യല്ലേ, എന്ത് ചെയ്യാം എന്ന് എന്നെ പാഠപുസ്തകമായിട്ട് കാണിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരൻ. ഞാൻ ഓർക്കുക, ഇത്രയും കോടികൾ, ഇത്രയും ആസ്തി ഉള്ള സമയത്ത് പുള്ളിക്കാരൻ സ്റ്റേജ് വരുമ്പോൾ ഓർക്കണം, ഭയങ്കര വിറ്റ. സ്റ്റേജ് വരുന്നത് സിമ്പിൾ, സൂട്ടും കോട്ടും എല്ലാം ഇട്ട്
ഇന്ന് കണ്ടിട്ടില്ലയോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുമ്പോൾ ചില വ്യക്തികൾ കേരളത്തിനകത്ത് പ്രസംഗിക്കുന്ന സൂട്ട് ഇട്ടേ ഇരിക്കത്തുള്ളൂ. ഇന്ന് കല്യാണത്തിനെല്ലാം പെണ്ണിന്റെ അപ്പനും സ്തോത്രം എല്ലാം സൂട്ട് ഇടത്തേ. ഈ ചൂടത്താ സൂട്ട് ഇട്ടേക്കുന്നത്. സൂട്ടെന്ന് പറയുന്ന സാധനം തണുപ്പ് രാജ്യങ്ങളിൽ തണുക്കാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് സൂട്ട്. ഇന്ന് ചിലവർ അതങ്ങ് ഭയങ്കര ഷോ ആയിട്ട് വെച്ചേക്കോ, പ്രൗഢിയായിട്ട് എടുത്തേക്കോ. സായിപ്പുമാർ ഇവിടെ വന്നിട്ട് സൂട്ട് വലിച്ചു കൂടിയിട്ട് അവര് ഇവിടെ എങ്ങനെ നിക്കറിട്ടുകൊണ്ട് നടക്കാന്ന് പറഞ്ഞ് നടക്കുവോ? കോളത്തിൽ കൂടെ നിക്കറിട്ട് നടക്കുവോ? അവർക്ക് ചൂട് സഹിക്കാൻ വയ്യ. അപ്പോഴാ അവരെ കണ്ടുകൊണ്ട് സൂട്ട് ഇട്ടുകൊണ്ട് അവർത്തന്മാർ ഈ ചൂടത്ത് ഇട്ടുകൊണ്ട് സായിപ്പുമാർ ഓർക്കുന്ന ഇവന് വട്ടാണെന്നോ. കാര്യം എന്തുവാ? വലിയ കാര്യമായിട്ട് നിൽക്കുക സൂട്ട് ഇല്ലയോ? ഈ മനുഷ്യൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ മുണ്ട്, ഒരു സിമ്പിൾ ഡ്രസ്. ഒരമ്മച്ചി ഇന്നാൾ ചോദിച്ചു, ഇതേകം എന്ന് പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ. ഇയാൾ ഏതാ? ഇയാൾ ഇനി വന്നിറങ്ങിയോ? ഒരു കൺവെൻഷന് പ്രസംഗിക്കാൻ വരുമോ പുള്ളിക്കാരൻ? അപ്പോഴാ പറയുന്ന അമ്മച്ചി വണ്ടി ഇരുന്നോട് പറയാ, ഇയാൾ ഏതാ? ഈ അമ്മച്ചിയുടെ അടുത്താ പുള്ളി ഇരിക്കുന്നത്. എന്നിട്ട് ആ സ്റ്റേജിലോട്ട് കയറാൻ പോകുന്നുള്ളു. സ്റ്റേജെല്ലാം ഭയങ്കര ബഹുമാനം പുള്ളി കയറുന്നത്. സ്റ്റേജിനകത്ത് ചാടി പിടിച്ച് കയറി വന്നിരിക്കത്തൊന്നുമില്ല പുള്ളി. അത്രയ്ക്ക് ദൈവഭയത്തോടെ അതിന്റെ സമയത്തെ അതിന് വില കൊടുത്താ വന്ന് കയറുന്നത്. അപ്പോഴേ ഈ അമ്മച്ചി ചോദിക്കുന്നത്, ഇയാളെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഇയാൾ ഏതാന്ന് കാണാൻ വേണ്ടിയാ ഇത്രയും പാടുവിട്ട്, ഇയാൾ വന്നില്ലേ? അപ്പൊ പുള്ളിക്കാരൻ പറയും, അമ്മച്ചി ഞാനാ. ഇയാളാണോ? അമ്മച്ചി ഓർത്തേണ്ട സോട്ടും കോട്ടെല്ലാം ഇട്ട് വലിയ 6 അടി നീളമുള്ള മനുഷ്യനായിരിക്കും വരുന്നത്. ഇദ്ദേഹം ഒരു സിമ്പിൾ പിടിച്ചൊരു പെൻസിൽ പോലുള്ള ഒരു മനുഷ്യൻ കയറി വരുന്ന കണ്ടപ്പോൾ, ഒരു തൂക്കാൻ താടിയെല്ലാം വെച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പോൾ പുള്ളിക്കാരൻ അതാണ് പുള്ളി. അത്രയ്ക്ക് സിമ്പിള്. ഒന്നുമില്ലായ്മയെന്ന് വരുമ്പോ അഹങ്കരിക്കും. ഇത് അഹങ്കാരവും വരുന്ന വാഹനവും സിമ്പിൾ വാഹനം. ആ രീതിയിൽ ജീവിച്ചൊരു വ്യക്തി ഇന്ന് കർത്താവിന് റിബലായിട്ട്, കർത്താവിന് എതിരായിട്ടാ ജീവിക്കുന്നത്. കാര്യം എന്തുവാ? എന്താന്ന് ചോദിച്ചാൽ പുള്ളിയുടെ കോടികൾ, പണങ്ങൾ നിലനിർത്താൻ വേണ്ടി പുള്ളി വില കൊടുക്കുക. ആര് കയറി? സ്തോത്രം. അതുകൊണ്ടാ പ്രിയ മക്കളെ, പലപ്പോഴും സ്തോത്രം പല ഓഫറുകൾ, പല നന്മകൾ വന്നിട്ടും ഞാൻ ആ നന്മയുടെ ഒന്ന് പിന്നാലെ പോകാത്തത്. എനിക്ക് പാഠപുസ്തകമായിട്ട് ഒരാളുണ്ട്. ഞാൻ പഠിച്ച കളരിക്കകത്ത് എന്റെ കളരിയുടെ ഗുരുവായിട്ട് നിന്ന അല്ലെങ്കിൽ ലീഡറായിട്ട് നിന്ന വ്യക്തിയോട് എനിക്കൊരു പാഠപുസ്തകമാണ്. ആ പാഠപുസ്തകമുള്ള കാലത്തോളം ഞാൻ എന്ത് ചെയ്യത്തില്ല, ഇതിന്റെ പിന്നാലെ പോലും. പണത്തോട് ആർത്തി കൂടുമ്പോഴേ ഓർത്തോണം ഇതാര് കയറിയിട്ടുണ്ട്. നമുക്ക് പണം എത്ര കിട്ടിയാലും ആർത്തി കൂടുതൽ. ആർത്തി കൂടുമ്പോഴേ ഓർത്തോണം. എന്ത് ഓർത്തിക്കണം? കർത്താവേ, അവിടെ വെച്ച് ഭക്തൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്തുവാ? കർത്താവേ, കർത്താവേ, നീ എന്നെ കൈവിട്ടതെന്ത്? നമ്മൾ പ്രാർത്ഥിക്കുവോ? ദൈവമേ, നന്ദി നന്ദി നന്ദി, വരട്ടെ വരട്ടെ വരട്ടെ, കേരട്ടെ കേരട്ടെ കേരട്ടെ, പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ. ഓ, ബ്ലെസ്സിംഗ് ആയിട്ട് ബ്ലെസ്സിംഗ്. ഇതല്ലേ നമ്മൾ പറയുന്നത്? ഭക്തൻ പറയും, കർത്താവേ കർത്താവേ, നീ എന്നെ കൈവിട്ടതെന്താ? എനിക്ക് ഇതിനോട് മോഹം വന്നേക്കുക. ഇതാ എപ്പോഴും എന്റെ ചിന്ത. ഇതാണ് എനിക്ക് എപ്പോഴും ചിന്ത. ഈ ചിന്തയിലെ ഞാൻ ജീവിക്കുന്നത്. ഈ ചിന്ത എന്നെ എവിടെ കൊണ്ടുപോകത്തേ ഉള്ളൂ? നരകത്തിൽ കൊണ്ടുപോകത്തേ ഉള്ളൂ. ജീവന്റെ പുസ്തകത്തിന് എന്റെ പേര് മായ്ക്കപ്പെടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ സമ്പത്ത് ഉണ്ടാവത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയ സമ്പത്തുള്ളവനായിരുന്നു അബ്രഹാം പിതാവ്. രാജ്യത്തിന്റെ രാജാക്കന്മാർക്ക് പോലും ദേശാദികൾക്ക് പോലും പേടിയ കാര്യം സമ്പത്തും അധികാരവും ആൾബലവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് ഇത് ഉണ്ടായത് എങ്ങനെയാ, സമ്പാദിച്ചത് എങ്ങനെയാ? കർത്താവ് പറഞ്ഞ റൂട്ടിൽ ഇറങ്ങി തിരിച്ചപ്പോൾ. ഉൽപ്പത്തി 12 പുസ്തകത്തിനകത്ത് പറയുന്നു, എല്ലാം വിട്ട്, ചാർച്ചക്കാരെ ബന്ധുക്കളെ വിട്ടു ഞാൻ പറയുന്ന പതിലേക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങി തിരിച്ചപ്പോ ദൈവം കൊടുത്ത കൂട്ടമാണ്, ദൈവം കൊടുത്ത സമ്പത്താ. പക്ഷെ അബ്രഹാം പിതാവ് ഒരിടത്ത് പോലും സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അബ്രഹാം പിതാവ് ഓരോരുത്തർ ചെല്ലുമ്പോഴും ദൈവം പറയും, എടാ തല പൊക്കി നോക്ക്, നീ കാണുന്ന ഇത് മൊത്തം നിന്റെ തലമുറയ്ക്കെതിരാ. അയ്യോ ഗ്ലോറി കർത്താവേ. അബ്രഹാം പിതാവ് പറയുന്നത്. അബ്രഹാം പിതാവിന് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഇപ്പോൾ ദൈവം സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിച്ചോണ്ടിരുന്നാ മതി. സംസാരിച്ചുകൊണ്ടിരുന്നാ മതി. ഭക്തൻ പറയുന്ന പ്രാർത്ഥന വിഷയം നിങ്ങൾ കേട്ടില്ലയോ? കർത്താവേ കർത്താവേ, നീ എന്നെ കൈവിട്ടത് എന്താ? നീ അകന്നു നിൽക്കുന്നത് എന്താ? ഇതാണ് അബ്രഹാം പിതാവിന് ദൈവത്തോടുള്ള ബന്ധം. ഭക്തന് ദൈവത്തോടുള്ള ബന്ധം ഇതാ. എന്തുവാ? ഏതെങ്കിലും കാര്യത്തിനകത്ത് ദൈവത്തിനുപരിയായി നമുക്ക് ആഗ്രഹം വന്ന അപ്പോഴേ ഓർത്തോണം, ദൈവമേ നീ എന്നെ കൈവിട്ടിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കാതിരിക്കുമ്പോ എല്ലാം ഈ ആഗ്രഹം പൊങ്ങി വരുന്നെങ്കിൽ അപ്പോഴേ ഓർത്തോണം, ദൈവമേ നീ എന്നെ കൈവിട്ടിട്ടുണ്ട്, അകന്നിരിക്കുക. പണം ദൈവം തരും. ഒരാളെ പെണ്ണിപ്പോലും നീ വായ്പ വാങ്ങത്തില്ല.
കൈ നീട്ടത്തില്ല, യാചിക്കത്തില്ല, ദൈവം അനുഗ്രഹിക്കും. നീ വായ്പ കൊടുക്കുന്നവനാവും വചനം പറയുന്നു. പക്ഷേ നിനക്കിതിനോട് അത്യാഗ്രഹം വന്നാൽ നീ പോയി, നിനക്കൊറ്റ അത്യാഗ്രഹമേ ഉള്ളൂ. എന്താ? ദൈവമായിട്ട് അടുക്കുക, ദൈവമായിട്ട് അടുക്കുക. അതാണ് ഭക്തൻ പറയുന്നത്. എന്തുവാ? അകന്നിരിക്കുന്നത് എന്താ കർത്താവ്? നിന്റെ നിക്ഷേപം എവിടെ, അവിടെ നിന്റെ ഹൃദയം ഇരിക്കും. എന്റെ നിക്ഷേപം ഉള്ളിടത്ത് എന്റെ ഹൃദയം ഇരിക്കും, ഇല്ലയോ? ഈ മനുഷ്യൻ അധപതിക്കുവാനുള്ള കാരണം എന്താ? ഇന്നത്തെ ലോകത്തിന്റെ നിക്ഷേപത്തിനകത്ത്. ഞാൻ വചനത്തിനകത്ത് പഠിക്കുമ്പോൾ സ്തോത്രം, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവ് ശൗൽ, സ്തോത്രം, അവന്റെ പിതാവിന്റെ കഴുതക്കുട്ടിയെ തിരക്കി വന്നവൻ ആരെടുത്ത് വന്നു? ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് വന്നു. ഇസ്രായേലിന്റെ പ്രവാചകന്റെ അടുത്ത്, ഇസ്രായേലിന്റെ പുരോഹിതന്റെ അടുത്ത്, ശമൂവേൽ പ്രവാചകന്റെ അടുത്ത് വന്നു. എന്തുവാ? പ്രാർത്ഥിച്ച് ചോദിക്കാൻ, ഈ കഴുത എവിടെ പോയത്? കഴുതയെ കുറിച്ചുള്ള സ്തോത്രം ആവലയത്തിൽ അവന്റെ ജോലിക്കാരൻ വന്നയാ. ഇവിടെ പ്രാർത്ഥിച്ചാൽ, ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പുരുഷനുണ്ട്, പ്രാർത്ഥിച്ചിട്ട് പറയുന്ന എന്റെ കഴുത എവിടെ പോയത്? അവിടെ ചെന്നിട്ട് കഴുതയെ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞ് വന്നതാ. അപ്പോഴാ ശമൂവേൽ സ്തോത്രം പ്രവാചകൻ സ്തോത്രം ശൗലിനെ നോക്കിയിട്ട് പറയുക, നീ ഇസ്രായേലിലെ രാജാവാൻ പോവുക. രാജാവ് എന്ന് പറയുന്ന ഒരു പദവി അവിടെ ഇല്ല, പദവി ഉണ്ടാവാൻ പോവുക. ആര് വഴി? ശൗൽ വഴി ഉണ്ടാവാൻ പോവുക. ദൈവം പറഞ്ഞിരിക്കുക, നിന്നെ കാത്താ ഞാൻ ഇരുന്നത്, നീ വരുമെന്ന് എനിക്കറിയാം. ദൈവം എന്നോട് പറയുന്നു, നിന്നെ അഭിഷേകം ചെയ്യട്ടെ. അപ്പൊ ഈ ശൗല് എടുത്തവായി പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. യജമാനനെ, കർത്താവിന്റെ ദാസ, യജമാനനെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ വെറും ഇസ്രായേൽ ഗോത്രത്തിനകത്ത് വെറും താഴ്ന്ന ബെനാമിൻ ഗോത്രക്കാരനാണ്. അങ്ങനെ ഇസ്രായേൽ ഗോത്രത്തിനകത്ത് ഏറ്റവും താഴ്ന്ന ഗോത്രമാ ആര്? സ്തോത്രം കൂട്ടമാ ആര്? ബെനാമിൻ. ഞാൻ ബെനാമിൻ ഗോത്രക്കാരനാണ്. അടുത്തത് ശൗൽ പിന്നെ പറയുക, ബെനാമിൻ ഗോത്രക്കാരനാണെങ്കിൽ പോലും അതിലും ഏറ്റവും താഴ്ന്നവനാണ് ഞാൻ. എനിക്ക് ഇസ്രായേലിന്റെ രാജാവാൻ പറ്റുമോ? എന്നെ ഇസ്രായേലിന്റെ രാജാവാക്കാൻ പറ്റുമോ? അപ്പോൾ ശമൂവേൽ പറയുക, ദൈവം നിന്നെയാണ് തെരഞ്ഞെടുത്തേക്കുന്നത്, നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ശൗല് സ്തോത്രം എത്ര സന്തോഷിച്ചു കാണും. നിങ്ങളൊന്ന് കണക്കൂട്ട്. വെറും വട്ടപൂജ്യത്തിൽ നിന്ന് അവനെ എന്ത് ചെയ്യുക? അപ്പന്റെ കഴുതയും കൊണ്ട് പോകാൻ വേണ്ടി വന്നവനെ എന്ത് ചെയ്തേക്കുക? ഇസ്രായേലിന്റെ രാജാവാക്കി. ഈ ശൗൽ ദൈവം അവനെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ, ഇസ്രായേലിന്റെ രാജാവാക്കി കഴിഞ്ഞപ്പോൾ അവൻ മതി മറന്ന് ആരെ മറന്നുപോയി? ദൈവത്തെ മറന്നു. ദൈവജനത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? പാപം ചെയ്യിക്കുവാൻ തുടങ്ങി. ദൈവം ശൗലിനെ ശിക്ഷിച്ചു. ആരെ വിളിച്ചു? ദാവീദിനെ വിളിച്ചു, രാജാവാക്കി. ഇത് സ്തോത്രം ശൗല് എങ്ങനെ നശിച്ചു പോകാൻ കാര്യം? അധികാരം കിട്ടി, പണം കിട്ടി, അവന്റെ രാജപദവി കിട്ടിയപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആരെ മറന്നുപോയി? ദൈവത്തെ മറന്ന് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ജീവിക്കാൻ തുടങ്ങി. അവൻ ആരുടെ ലിസ്റ്റ് ചെയ്ത് പോയി? ദൈവത്തിന്റെ ലിസ്റ്റ് ചെയ്ത് പോയി. സ്തോത്രം. ഇന്ന് പകല് പ്രിയ മക്കളെ, ദൈവത്തിന് ഉപരിയായി നമ്മുടെ ജീവിതത്തിൽ എന്ത് ജഡം മോഹം കൊണ്ടുവന്നാലും അതിനെ ജയിച്ചോണം. ദൈവത്തിന് ഉപരിയല്ല അത്. എന്റെ പ്രാർത്ഥനയ്ക്ക് ഉപരിയല്ല അത്. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതിന് ഉപരിയല്ല. ആ ഒരു വലിയ കാഴ്ചപ്പാട് ആർക്കുണ്ടാവണം? ദൈവമക്കളായി നമുക്കുണ്ടാവും. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജയം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് വരാം. 18-ാം അധ്യായത്തിന്റെ വായിക്കാം. സ്തോത്രം. കണ്ടോ? പഴയ നിയമത്തിനകത്ത് 7 ദിവസം എന്ന് പറയുന്നത്, 7 വട്ടം എന്നല്ല പറയുന്ന ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിനകത്ത് പറയുക കാര്യം എന്തുവാ? ഇത് അവന്റെ മനസ്സിൽ വെച്ചേക്കുക. പത്രോസ് മനസ്സിൽ വെക്കുക, 7 വട്ടം ചെന്ന് മാപ്പ് പറഞ്ഞ് തീർന്നില്ല, ഇനിയും നമ്മൾ പിന്നെ പോകണം. ആ ചിന്താഗതിയാ ആര് ഉടച്ചു കളയുന്നത്? കർത്താവ് ഉടച്ചു കളയും. കർത്താവ് പറയും 7 അല്ല 70 വട്ടം ആവണം എന്ന് പറഞ്ഞാൽ എന്തുവാ?
ദൈവജനമേ, നീ ക്ഷമിക്കപ്പെടുവാൻ, ക്ഷമ കൊടുക്കുവാൻ നീ യോഗ്യനാ. നീ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിനക്ക് ആരോടും ഇല്ല ദേഷ്യമില്ല, ആരോടും നിനക്ക് വൈരാഗ്യമില്ല, ആരോടും നിനക്ക് ദേഷ്യവുമില്ല, വൈരാഗ്യവുമില്ല. അത്രയ്ക്ക് യേശുവിനെ പോലെ ആവുവാനാ ആരാഗ്രഹിക്കുന്നത്? കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വൈരാഗ്യവും ദേഷ്യവും വെച്ചുകൊണ്ടിരിക്കുന്നവനെ ആർക്ക് വേണ്ട? കർത്താവിന് വേണ്ട, കർത്താവിന് വേണ്ട. സ്തോത്രം. ആവതില്ലാത്തടത്ത് കൂടാനും ആര് പറഞ്ഞിട്ടില്ല? കർത്താവ് പറഞ്ഞിട്ടില്ല. ദൈവമക്കൾ എവിടൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, ഏതെല്ലാം രീതിയിലാണ് ജീവിക്കേണ്ടതെന്നെല്ലാം ആര് പറഞ്ഞിട്ടുണ്ട്? ന്യായപ്രമാണം പറഞ്ഞിട്ടുണ്ട്. ആ ന്യായപ്രമാണ പ്രകാരം വിട്ട് ജീവിക്കുന്നവനെ ആർക്ക് വേണ്ട? ദൈവത്തിന് വേണ്ട, ദൈവത്തിന് വേണ്ട. അവന്റെ ഉള്ളിലെ ചിന്തയായത് 7 വട്ടം മതിയോ? എങ്ങനെയെങ്കിലും 7 വട്ടം കഴിഞ്ഞായിരുന്നെങ്കിൽ തീർക്കാനും. ഈ ചിന്ത ആരെടുത്ത് കളഞ്ഞത്? കർത്താവ് എടുത്ത് കളഞ്ഞു. കർത്താവ് പറഞ്ഞു 7 അല്ല 70 വട്ടം. ഇന്ന് ചില പ്രാർത്ഥന വിഷയത്തിനകത്ത് മറുപടി ഇല്ലാത്തതിന്റെ വിഷയം, ചില പ്രാർത്ഥന വിഷയത്തിനകത്ത് ദൈവസന്നിധിയിൽ ഉടനെ നമ്മളെ തന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ് ചില വിഷയത്തിനകത്ത് നമുക്ക് എന്തില്ലാത്തത്? യഥാർത്ഥമായ മറുപടി ഇല്ലാത്തത്. ഇന്ന് പ്രിയ മക്കളെ, നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിരിക്കുമ്പോൾ നമ്മളെ ഉടയ്ക്കണം. നമ്മൾ നിഗളിക്കല്ലേ, നമ്മൾ ഫുൾ ഗോസ്പലാന്ന് ചിന്തിക്കല്ലേ. നമ്മളെ തന്നെ ഉടച്ചെങ്കിൽ മാത്രമേ ആരുടെ പ്രവൃത്തി കാണാൻ പറ്റൂ? ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റൂ. സ്തോത്രം. അതേപോലെ മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിന്റെ സ്തോത്രം 5-ാം അധ്യായത്തിൽ അങ്ങോട്ട് എടുക്കാം. പ്രൈസ് ദി ലോർഡ്. 5-ന്റെ 17-ാം വാക്യം ഒന്ന് വായിക്കാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല വന്നത്, നിവർത്തിക്കുവാനാ വന്നത്. അപ്പൊ ദൈവത്തിന്റെ ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആലോചന എന്ത് ചെയ്യും? നീക്കിക്കളയാനല്ല വന്നത്, അത് നിവർത്തിയാക്കി കൊടുക്കാനാ വന്നത്. പ്രൈസറോ. ദൈവം നമ്മളിലേക്ക് വന്നിരിക്കുന്നത് പ്രവാചകന്മാരെ ന്യായപ്രമാണത്തെ മാറ്റുവാനല്ല, അത് നിവർത്തിക്കുവാൻ. കാര്യം ദൈവത്തിന്റെ പ്രമാണത്തെ അനുസരിക്കുന്നവനെ മാത്രമേ ആർക്ക് അനുഗ്രഹിക്കാൻ പറ്റൂ? ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റൂ. അടുത്ത വാക്യം. സ്തോത്രം. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവം പറഞ്ഞിരിക്കുന്ന ന്യായപ്രമാണത്തിൽ നിന്നില്ല ഒരു പുള്ളിയോ വള്ളിയോ നീക്കാൻ പറ്റത്തില്ല. കാര്യം ദൈവം പറഞ്ഞിരിക്കുന്ന ദൂരമുണ്ടോ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമുണ്ടോ? ഇന്ന് പകല് പ്രിയ ദൈവവേദന നീ വിശ്വസിച്ച് അതിനെ മുറുകി പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ശത്രുവിനും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല, തകർക്കാൻ പറ്റത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാനാണ് വിളിച്ചത്. ദൈവം നിന്നെ അനുഗ്രഹിക്കാനാണ് വിളിച്ചതെങ്കിൽ ആ അനുഗ്രഹം എത്ര ദിവസം കഴിഞ്ഞാലും എത്ര നാള് കഴിഞ്ഞാലും ആര് തരും? കർത്താവ് തരും. ഇന്ന് പകല ദൈവമക്കളെ ഒന്നും ഒരു ചിന്തയില് നിന്റെ മേൽ നിന്നെ മുൻപിരിക്കുന്ന ചില വാക്കുകൾ നിന്റെ ഫ്രണ്ടിലുണ്ട്, ചില അപമാനിക്കുന്ന ചില വാക്കുകൾ നിന്റെ ഫ്രണ്ടിലുണ്ട്, നിന്ദിച്ചു വെച്ചിരിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇന്ന് പകല നിന്ദകൾക്കോ മുൻവിധിക്കോ അപമാനത്തിനോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല. കാര്യം നിന്നെ ക്ഷീണിപ്പിക്കാൻ പറ്റത്തില്ല. ചില സമയത്ത് നിന്നെ ക്ഷീണിപ്പിക്കുന്ന ചില വാക്കുകൾ നിന്റെ കുടുംബത്തിലേക്ക് കയറി വരുമ്പോ, അല്ലെങ്കിൽ നിന്റെ തലമുറയെ കുറിച്ച് പറയുമ്പോ ചിലപ്പോ നീ ഒന്ന് ക്ഷീണിച്ചു പോവാ. പക്ഷെ ആ ക്ഷീണം ഒരിക്കലും നിന്നെ തളർത്തുന്നതല്ല. ആ തളർത്തുന്ന അവസ്ഥ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നീ പ്രാപിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ആത്മാവിനെ നീ ചിന്തിക്കാൻ തുടങ്ങുമ്പോ ആ ദൈവത്തിന്റെ ആത്മാവെന്നുള്ള പൂർണ്ണ ബോധ്യം നിന്റെ മേൽ വരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശത്രുവായ പിശാചിനും നിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, തകർക്കുവാൻ കഴിയത്തില്ല. പിശാച് എങ്ങനെ നമ്മളെ തകർക്കുന്നതിന്റെ കാര്യം എന്തുവാ? പിശാച് നമ്മളെ മെയിനായിട്ട് തകർക്കുന്ന കാര്യം ചില ചിന്തകൾ നമ്മളെ ഉള്ളിൽ കൊണ്ടുവരും, ഭയപ്പെടും. ചില കാര്യങ്ങൾ വരുമ്പോഴും നമ്മളത് കാണുമ്പോഴും നീ ഭയപ്പെടും. ഇത് ഭയപ്പെട്ടു പോയാൽ പോയി, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജയിക്ക് കയറാൻ പറ്റത്തില്ല. ആ ഭയത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുറത്തു കൊണ്ടുവരണം. ദൈവമായിട്ടുള്ള ബന്ധത്തെ പുറത്തു കൊണ്ടുവരണം. ഈ ഭക്തൻ നേരത്തെ വായിച്ച് വചനം, സങ്കീർത്തനത്തിനകത്ത് വായിച്ച് വചനം ഇത് പറഞ്ഞേ, കർത്താവ് നീ എന്നെ കൈവിട്ടതെന്തുവാ? ഭക്തന് മനസ്സിലായി ഇനി ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ആര് വന്നേ പറ്റൂ? എന്റെ ദൈവം പഴയ പോലെ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ ദൈവത്തോട് കൂടെ നിന്നാലേ പറ്റൂ. ഞാൻ പഴയ പോലെ ദൈവത്തോട് കൂടെ നിൽക്കുകയും ദൈവം എന്റെ കൂടെ നിന്നാലേ പറ്റൂ. എനിക്ക് ജയിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധിക്കോ എന്റെ കഴിവ് കൊണ്ടോ എന്റെ ബന്ധം കൊണ്ടോ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല. ജയിക്കാൻ പറ്റണമെങ്കിൽ ആര് വരണം? എന്റെ ദൈവം. ഇത് ഭക്തൻ
തീരുമാനമെടുത്തു, ഉറപ്പിച്ചു. ഭക്തൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭക്തൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഉണങ്ങാൻ മടക്കാൻ തുടങ്ങി. ഭക്തൻ അറിയാം, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയിട്ട് കാര്യമില്ല, അലഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ഇനി ഈ വിഷയത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നടക്കണ്ട, ഞാൻ ഇരിക്കുന്നിടത്ത് എനിക്ക് പരിഹാരം ആരൊരുക്കി തരും? എന്റെ ദൈവം ഒരുക്കി തരും. അത് ഭക്തൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഭക്തൻ മേൽ ആര് മറുപടി തരാൻ തുടങ്ങി? ദൈവം കൊടുക്കാൻ തുടങ്ങി. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഗിലപ്പെടുക, പ്രയാസപ്പെടുക, സങ്കടപ്പെടുക, അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക. ലാസ്റ്റ് നമ്മൾ പിന്നെയും വന്ന് ആരെടുത്താ വരണ്ടേ? നമുക്ക് വിടുതൽ തരേണ്ട ആരാ? ഇതാണ് ആദ്യമേ കർത്താവിന്റെ അടുത്ത് വന്നായിരുന്നെങ്കിൽ എപ്പോഴേ വിടുതൽ കിട്ടിയത്. നമ്മൾ പക്ഷെ എന്ത് ചെയ്യത്തില്ല, നമ്മൾ സ്വയം നമ്മളെ പലപ്പോഴും എന്ത് ചെയ്യത്തില്ല, നമ്മൾ താഴ്ത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, ദൈവസനി താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ദൈവസനി മനുഷ്യന്റെ വേണ്ടി താഴ്ത്തുന്നവനെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവസനി താഴ്ത്തുന്നവനെ ആരും അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും. ദൈവം പറയുക, എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോടൊരു ആലോചന പറയും. ഇതായിരിക്കണം ഓരോ ഭക്തനും ദൈവത്തോടുള്ള ബന്ധം. കർത്താവേ, അങ്ങ് എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാക്ക് ഒരിക്കലും എനിക്ക് ഭരിക്കത്തില്ല. ഇവരുടെ മുൻവിധിയോ ഇവരുടെ ഭ്രാക്കോ അല്ലെങ്കിൽ ഇവരുടെ അപമാന വാക്കുകളോ പരിഹാസമോ ഒരിക്കലും എന്റെ കുടുംബത്തിനകത്ത് ഭരിക്കത്തില്ല. കാര്യം എന്തുവാ? എന്നോട് വാക്ക് പറഞ്ഞിരിക്കുന്ന കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ കർത്താവ്. ആമേൻ, സ്തോത്രം. വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? കർത്താവ്. എങ്കിൽ ഞാൻ അത് നിശ്ചയമായി പ്രാപിക്കും. അടുത്ത വാക്യം ഒന്ന് വായിക്കാം. കണ്ടോ? ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനയിൽ ഒന്ന് ലംഘിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ചെറിയവൻ, സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവെന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ഇന്ന് സ്തോത്രം. ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ, നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയുന്ന ചില സുവിശേഷങ്ങൾ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ചില വാക്കുകൾ എല്ലാവർക്കും കൊണ്ട് ദഹിച്ചു വരത്തില്ല. കാര്യം എന്തുവാ? ഇന്ന് 10 പേര് പഠിപ്പിക്കാനുണ്ടെങ്കിൽ 8 പേര് പഠിപ്പിക്കുന്ന നേരം തിരിച്ചാ. കാര്യം അനുഗ്രഹങ്ങൾ പറഞ്ഞു, സ്തോത്രം, അല്ലെങ്കിൽ പ്രസംഗിച്ചിട്ട് ആ പ്രസംഗത്തെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അവരെ ആ സ്തോത്രം ആ അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ഈ 2% ഉള്ളൂ ഇതിനെതിരെ നിന്ന് പ്രസംഗിക്കുന്നത്. ദൈവം പറയുന്ന രീതി പ്രസംഗിക്കും. അവരെ ആർക്ക് വേണ്ട? ബാക്കിയുള്ളവർക്ക് വേണ്ട. കാര്യം 8% പുറകെ പാന നിൽക്കുന്ന കാര്യം. അവിടെ പോയാൽ എന്നുള്ളൂ ആ അനുഗ്രഹങ്ങളുള്ളൂ. ഈ 2% പ്രസംഗിക്കുന്ന ഏത് അനുഗ്രഹമാണ്? സ്തോത്രം. നിന്റെ കാലം കഴിഞ്ഞാലും നിനക്കൊരു നിത്യമായ ഒരു അനുഗ്രഹത്തിലേക്കാണ് 2 പേരും കൊണ്ടുപോകുന്നത്. ഇവിടെ ഈ ലോകത്തിന്റെ നന്മയിലേക്ക് മാത്രമല്ല കൊണ്ടുപോകുന്നത്, നിന്നെ എന്ത് ചെയ്യുക? ശാശ്വതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. നമ്മൾ നേരത്തെ വായിച്ച വചനത്തിനകത്തുണ്ടല്ലോ, സ്വർഗത്തിൽ നിനക്ക് വെച്ചിരിപ്പുണ്ട്. എന്തുവാ? ഭൂമിയിലുള്ളത് നീ അഴിക്കാൻ തയ്യാറെങ്കിൽ, ഭൂമിയുള്ളത് നീ ഏറ്റുപറയാൻ തയ്യാറെങ്കിൽ, ഭൂമിയുള്ള പാപത്തെ നീ ജയിക്കുവാൻ തയ്യാറെങ്കിൽ സ്വർഗത്തിൽ അത് അഴിയാൻ പോവുക. അവിടെ നിനക്ക് നന്മയും അനുഗ്രഹവും വെച്ചിട്ടുണ്ട്. കാര്യം സ്വർഗത്തിൽ ഇതുവരെ നിന്നെ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് വെച്ചിരിക്കുന്നത്, വെച്ചിരിക്കുന്നത്. പക്ഷെ നീ യേശുവിനെ രുചിച്ചറിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനെ രുചിച്ചറിഞ്ഞപ്പോൾ, ഭൂമി ചിലത് നീ അഴിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ മേൽ നിനക്ക് കെട്ടിവെച്ച ന്യായവിധികൾ അഴിയാൻ തുടങ്ങി. അവിടെ ചില വാഗ്ദത്തങ്ങൾ നന്മകളും നന്മയിൽ പകരാൻ തുടങ്ങി. ആ നന്മയിലും അനുഗ്രഹത്തിലേക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ വചനപ്രകാരം നിൽക്കുന്ന പ്രിയ ദൈവമക്കളെ കൊണ്ടുപോകാൻ സ്വർഗം ആഗ്രഹിക്കുന്നത്. ആ വാഗ്ദത്തമാണ് ദൈവമക്കളെ പ്രാപിക്കുന്നത്. ആ വാഗ്ദത്തങ്ങളിലേക്ക് അതാണ് ഭൂമി നീ അഴിക്കേണ്ടത്. ഭൂമി അഴിക്കുന്നത് എന്തുവാ? എന്റെ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടിയിരിക്കുന്നെങ്കിൽ ഭൂമി നീ ചെയ്യുന്നതെല്ലാം അവിടെ വെച്ചേക്കോ. കെട്ടി അതിനെ പൊട്ടിക്കണം. അതിനെന്ത് ചെയ്യണം? ഭൂമി തന്നെ നീ അഴിക്കണം. നിനക്ക് തന്നിരിക്കുന്ന ആയുസ് അതിനു വേണ്ടിയാ. നിന്റെ ജീവിതത്തിനകത്ത് കൊണ്ടുവരുന്ന ശത്രു കൊണ്ടുവരുന്ന സകല പാപത്തെ എന്ത് ചെയ്യണം? ഈ ഭൂമി നീ അഴിക്കുന്നെങ്കിൽ സ്വർഗത്തിൽ എന്ത് ചെയ്യും? അഴിഞ്ഞു കിട്ടും. ആ വാഗ്ദത്തങ്ങൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ ആരൊരുക്കി തരും? സ്തോത്രം. ഇന്ന് നീ ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലും കൃഷിക്ക് അനുഭവിക്കുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദൈവം പറഞ്ഞ ചില ഓഫറുകൾ, ദൈവം സ്തോത്രം സുവിശേഷ വേലയ്ക്കകത്ത് തന്നെ നിന്ന് ചില ഓഫറുകൾ എന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ പിന്നാലെ പോയായിരുന്നെങ്കിൽ എന്റെ മോൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങത്തില്ല, എന്റെ മോൻ സുവിശേഷ വേല വരത്തില്ല. അല്ലെ ബാക്കി 2 മക്കള്, ഇനിയുമുള്ള 2 മക്കളോട് സുവിശേഷ വേലയ്ക്ക് വരത്തില്ലായിരുന്നു. ഈ 3 പേര് സുവിശേഷ വേലയുടെ കാഴ്ചപ്പാടി വന്നത് ഞാൻ അതിനെ നിരസിച്ചു വന്നത്. സ്തോത്രം. ഇന്ന് ഞാൻ വാടക വീട്ടിൽ കിടക്കുന്നെങ്കിൽ
അല്ലെങ്കിൽ സ്തോത്രം ഞാൻ ഇന്ന് ചില നന്മകളും അനുഗ്രഹങ്ങളെല്ലാം ആമികാലം കുറച്ച് അനുഭവിക്കുന്നെങ്കിലും ഞാൻ സന്തോഷവാനാണ്. കാര്യം എന്തുവാ? ഞാൻ വാടക വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ്. അവരുടെ പിന്നാലെ പോയായിരുന്നെങ്കിൽ, അതും ദൈവനാമത്തിന് വേണ്ടിയാ, ദൈവസഭയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചത്, അന്ന് അതിന്റെ പിന്നാലെ പോയായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെല്ലാം വേറെ രീതിയിലായി പോകും. സ്തോത്രം. അവരുടെ പഠിത്തം, അവരുടെ ലെവലെല്ലാം വേറെ രീതിയിലായെന്നെ. ഞാനും ഓർക്കാറുണ്ട്, ചിലത് ഞാൻ പഠിക്കാതിരുന്നത് നല്ലതാ, ചിലതിൽ മേൽ വിദ്യാഭ്യാസം കുറഞ്ഞത് നല്ലതാ, കൂടിയായിരുന്നെങ്കിൽ എന്റെ വേറെ ലെവലിലായി പോയത്, ചിന്തകൾ വേറെ ആയി പോയത്. അതിലൊന്നും പോവാത്തത് എന്തുകൊണ്ടാണ്? എല്ലാം കഷ്ടവും പ്രയാസവും സങ്കടങ്ങളെല്ലാം ദൈവം തരുന്നത് നല്ലതെന്ന് കണക്കൂട്ടുക. കാര്യം ഇതിനകത്ത് വലിയൊരു അനുഗ്രഹത്തിലേക്ക് ആര് കൊണ്ടുപോകും? കർത്താവ് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ മറ്റൊരുത്തനെ നോക്കിയല്ല ജീവിക്കേണ്ടത്, യേശുവിനെ നോക്കിയാണ് ജീവിക്കേണ്ടത്. നമ്മളെല്ലാം പ്രശ്നങ്ങളുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യും. നീ മറ്റുള്ളവരെ കമ്പയർ ചെയ്യല്ലേ. അതുകൊണ്ട് പലപ്പോഴും ഞാൻ പറഞ്ഞേ, മറ്റുള്ള പെന്തിക്കോസ്ത് സഭയല്ല ഈ സഭ, അതിനെ കമ്പയർ ചെയ്യത്തില്ല. ഇതാരെ നോക്കത്തേ ഉള്ളൂ? ദൈവത്തെ നോക്കി ഓടാനാ ഓടുക്കുന്നത്. കാര്യം ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് വില കൊടുത്തേ പറ്റൂ, അത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. പറയൂ, ഭൂമി കെട്ടുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. അടുത്ത കാര്യം, അടുത്ത വചനത്തിനകത്ത് അപ്പുറത്തെ ദൂതിനകത്ത് പറയുന്നു, എന്ത് പറയുന്നു? ഭൂമി ഒഴിഞ്ഞു പോകട്ടെ, ആകാശം ഒഴിഞ്ഞു പോകട്ടെ, നിന്നോട് പറഞ്ഞ ദൂത് എന്ത് ചെയ്യത്തില്ല, മാറിപ്പോകത്തില്ല. അപ്പോഴേ നീ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്തിനകത്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും എന്റെ കുടുംബത്തെ എന്ത് ചെയ്യത്തില്ല, ബാധിക്കത്തില്ലെന്ന് ദൈവമക്കളായി എനിക്കൊരു വിശ്വാസം ഉണ്ടാവും. നമുക്ക് ഓരോരുത്തർക്കും ആ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ നിശ്ചയമായ ആ ദൈവത്തിന്റെ വാഗ്ദത്തവും ദൂതും നന്മയും നമുക്ക് ആ വിശ്വാസം വേണം. ആ വിശ്വാസം വരുത്താതിരിക്കാനാണ് ആര് നോക്കുന്നത്? ശത്രു നോക്കുന്നത്. ഇല്ല, ഞാൻ ആ വാഗ്ദത്തം പ്രാപിക്കും, നന്മ പ്രാപിക്കും. കാര്യം എന്നോട് പറഞ്ഞ ആരാ? എന്റെ ദൈവമാണ്. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആ വാഗ്ദത്തവും നന്മയും ഞാൻ പ്രാപിക്കും. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം, നമ്മൾ പെട്ടെന്ന് വായിക്കാം. ആകയാൽ നിങ്ങളുടെ നീതിയെ ശാസ്ത്രിമാരും പരീക്ഷന്മാർക്കും അപ്പുറത്തേക്ക് നിങ്ങൾ മാറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ, വചനം പഠിക്കുന്നവനെ, വചനം പറഞ്ഞു വരുന്നവനെ, വചനത്തെ എല്ലാം നീ അനുസരിച്ചോണം. അവന്റെ പിന്നാലെ നീ പോവല്ലേ. അവന്റെ പിന്നാലെ പോയാൽ നിന്റെ വിശ്വാസം പോകും. നീ അവൻ പഠിച്ചിരിക്കുന്ന വചനത്തിന്, ആ ദൈവം തന്നിരിക്കുന്ന കൃപയെ കവിഞ്ഞ് നീ മുന്നോട്ട് പോയില്ലെങ്കിൽ നീ നന്മ പ്രാപിക്കും. ഇന്ന് അതാണ്. ഇന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നതല്ല അത് കഴിയുമ്പോൾ ചെയ്യുന്നത്. അതല്ല വചനം പഠിപ്പിക്കുക അല്ല ദൈവം പറഞ്ഞേക്കുന്നത്, വചനം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും കൂടെ പഠിപ്പിക്കാൻ പറ്റും, വചനം നിവർത്തിയാക്കാനാ പാടും. അപ്പൊ വചനം നമ്മളെ ജീവിതത്തിൽ നിവർത്തിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വചനത്തിൽ കീഴ്പ്പെടണം, വചനം ഏറ്റെടുക്കണം, വചനപ്രകാരം മാറണം. എങ്കിൽ മാത്രമേ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യത്തുള്ളൂ? സ്തോത്രം, പ്രയോജനപ്പെടത്തുള്ളൂ. സ്തോത്രം. ഇന്ന് പകലൊന്ന് ഓർക്ക് ദൈവമക്കളെ, എന്നോട് പറഞ്ഞ ദൂത് എന്റെ ദൈവമാണ് പറഞ്ഞത്. ഇന്ന് പകലാണ് വിശ്വസിച്ചാൽ മതി. എന്നോട് പറഞ്ഞ ദൂത് എന്റെ ദൈവമാണ്. ആ ദൂത് ആരൊക്കെ മാറിയാലും, ആരൊക്കെ അതിനെതിരെ നിന്ന് പറഞ്ഞാലും, ആ ദൂത് ആര് നിവൃത്തിയാക്കിയത്? എന്റെ കർത്താവ് നിവൃത്തിയാക്കിയത്. സ്തോത്രം. അതിനകത്ത് ഒരു മാറ്റവുമില്ല. കാര്യം ഞാൻ ഇരുട്ടിൽ കിടന്നൊരു വ്യക്തിയാണ്. നമ്മൾ ആരെന്ന്, നമ്മൾ എന്തെന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. 1 യോഹന്നാനിൽ നിന്നും എടുക്കാം, 1 യോഹന്നാനിൽ നിന്നും എടുക്കാം. സ്തോത്രം. 1 യോഹന്നാൻ 1:5 ഒന്ന് വായിക്കും. സ്തോത്രം. ഒരു മിനിറ്റ്, അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ആദ്യം മുതലുള്ളതും പിതാവിനോട് കൂടെയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടു കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് സ്തോത്രം. ഒരു മിനിറ്റ്, നിങ്ങളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മ ആരോടാ? യേശുക്രിസ്തുവിനോട്.
പിതാവായ ദൈവത്തിനോടും യേശുക്രിസ്തുവിനോടും. ആ കൂട്ടായ്മ നിലനിർത്തുന്ന പരിശുദ്ധാത്മാവാണ്. ത്രിയേക ദൈവത്തിന്റെ മഹത്വത്തിന്റെ കൂട്ടായ്മയിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിൽ നമ്മളെ ഒരു ശത്രുവിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തർക്കം പറ്റത്തില്ല. അടുത്തത് നമ്മൾ ആരെന്ന് പറയുക. ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം വെളിച്ചമാണെങ്കിൽ അവന്റെ മേൽ എന്തില്ല, ഇരുട്ടൊട്ടുമില്ല. എങ്കിൽ ആ ദൈവത്തെ ഞാൻ സ്വീകരിക്കുന്നുവെങ്കിൽ, ആ കൂട്ടായ്മയിലെ ഞാൻ ജീവിക്കുന്നെങ്കിൽ, എന്റെ ഭവനത്തിനകത്തും എന്റെ കുടുംബത്തിനകത്തുമുള്ള ഇരുള് മാറും. ഞാൻ വെളിച്ചത്തിലേക്ക് എന്റെ ദൈവം കൊണ്ടുവരും. ഇതുവരെ ഞാൻ വെളിച്ചത്തിൽ വരുവാൻ കഴിയാതെ, അല്ലെങ്കിൽ വെളിച്ചത്തിൽ വെളിപ്പെടുവാൻ കഴിയാതെ എന്നെ ഇരുളിലേക്ക് തട്ടിയിടുന്ന ശത്രുവായ പിശാചിന്റെ കുടുംബത്തിനകത്ത് വേട്ടയാടുന്നുവെങ്കിൽ, ഇന്ന് ആ വേട്ടയാടുന്ന സകല അന്ധകാരത്തെ തകർത്ത് മാറ്റിക്കൊണ്ട് യേശു എന്ന് പറയുന്ന വെളിച്ചത്തോട് ഞാൻ ഇന്ന് പുറത്തു വരാൻ പോവാ. ആ വെളിച്ചം പ്രാപിച്ച ഞാൻ വെളിച്ചത്തിലെ നിൽക്കത്തുള്ളൂ. ഒരിക്കലും ഇരുട്ടി നിൽക്കത്തില്ല. ലോകത്തെ ഭയപ്പെടത്തില്ല, വ്യക്തികളെ ഭയപ്പെടത്തില്ല, അവരുടെ വാക്കുകളെ ഭയപ്പെടത്തില്ല, അന്ധകാരങ്ങളെ ഭയപ്പെടത്തില്ല. ഞാൻ വെളിച്ചം പ്രാപിച്ചിട്ടുണ്ട്. എന്റെ യേശു വെളിച്ചമാണ്. ഞാൻ വെളിച്ചം പ്രാപിച്ചവൻ. എന്റെ ഇരുട്ടിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തള്ളിയിടാൻ പറ്റത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് നെഗറ്റീവ് വരത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് പോസിറ്റീവേ വരത്തുള്ളൂ. എന്റെ കുടുംബത്തിനകത്ത് പോസിറ്റീവ് അനുഗ്രഹമേ വരത്തുള്ളൂ. ആ അനുഗ്രഹം ഞാനും എന്റെ കുടുംബം പ്രാപിക്കും. എന്നെ ഒരിക്കലും നെഗറ്റീവ് തള്ളിയിടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വെളിച്ചമെന്ന് ഇതിനകത്ത് പറയുന്ന വാക്ക്, വെളിച്ചത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. വെളിച്ചം എല്ലാവർക്കും വെളിപ്പെട്ടുകൊണ്ടിരിക്കും, ഇല്ലയോ? എവിടെ വെളിച്ചം എന്ത് ചെയ്യും, വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഒരിക്കലും വെളിച്ചത്തെ എന്ത് ചെയ്യാൻ പറ്റുമോ, മറച്ചു വെക്കാൻ പറ്റും. അതേപോലെ പ്രിയ ദൈവമക്കളെ, നമ്മളെ കർത്താവ് വിളിച്ചത്, ദേശത്ത് വിളിച്ചത്, ബന്ധുമിത്രാദികളുടെ മധ്യയിൽ വിളിച്ചത്, ഭവനത്തിനകത്ത് വിളിച്ചത്, നമ്മളത്തെ ശ്രേഷ്ഠമായ ഒരു സ്തോത്രം ഉണ്ടായിട്ടും അവർക്ക് കൊടുക്കാത്ത പദവിയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചത് എന്തിലേക്ക്, ഇരുട്ടിലേക്ക് മറഞ്ഞിരിക്കാനല്ല, തല ഉയർത്തി പുറത്തു വരാനാണ്, അനുഗ്രഹിക്കുവാൻ. ആ വെളിച്ചം നമ്മളെ മേൽ വെളിപ്പെടുന്ന കാലം വരെ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. സ്തോത്രം. യേശു നമ്മളെ മേൽ ഉള്ള കാലം വരെ നമ്മൾ എന്ത് ചെയ്യും, വെളിച്ചം അനുഭവിക്കും. നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇരുട്ടി തള്ളിയിടാൻ പറ്റത്തില്ല. അടുത്ത വാക്യം, കണ്ടോ, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. എപ്പോഴും യേശുവിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ യേശുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല. നമ്മളെ വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, നമ്മളെ വീട്ടിൽ ആരാധനയുണ്ട്, നമ്മൾ സഭയിൽ പോകുന്നുണ്ട്, നമ്മൾ സഭയെ കൊണ്ടുവന്ന് പ്രാർത്ഥന വെക്കുന്നുണ്ട്, എല്ലാം വെക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നിലാണ്. പക്ഷെ ആരുമായിട്ട് ബന്ധമില്ല. നമ്മളെ പ്രവൃത്തി മൊത്തം എന്തുവാ, ഇതിന് വിപരീതം. നമ്മൾ ചെയ്യുന്നതല്ല ഇതിന് വിപരീതം. എങ്കിൽ ഇതിനകത്ത് പോയിട്ട് കാര്യമുണ്ടോ? ഇതിൽ പോയിട്ട് കാര്യമുണ്ടോ? ഈ കൂട്ടായ്മ പോയിട്ട് കാര്യമുണ്ടോ? ഈ കൂട്ടായ്മ പോകുന്നെങ്കിൽ ഞാനും ആ കൂട്ടായ്മയിൽ ആവണം. ആയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. സ്തോത്രം. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇന്നത്തെ വിശ്വാസത്തിന്റെ കോളം ഇങ്ങനെ പോകുന്നത്. വെളിച്ചത്തെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, പക്ഷെ അവർക്ക് എന്തില്ല, വെളിച്ചം. അവരെവിടെ ഇരിക്കുന്നത്, ഇരുട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമോ? സ്തോത്രം. പണ്ട് പിതാക്കന്മാരെല്ലാം വിറ്റു പറക്കി സഭയ്ക്ക് വേണ്ടി കൊടുത്തു, സഭയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. ഇന്ന് അവരുടെ തലമുറയിലെ ഏറ്റവും ടോപ്പിൽ പോയി. പക്ഷേ ഇന്ന് തലമുറ വിറ്റതിന്റെ സ്തോത്രം 4 ഇരട്ടിയൊന്നും അല്ല, 400 ഇരട്ടിയല്ല, അതിനപ്പുറത്തെ 1000 ഇരട്ടി ദൈവം കൊടുത്തു. പക്ഷെ ഇന്ന് ആ വിറ്റ് കൊടുത്തതിന്റെ ഒരു മനസ്സുള്ള പിതാവിന്റെ മനസ്സ് ഇന്ന് പുതിയ തലമുറയ്ക്കില്ല. ആരുമായിട്ട് ബന്ധമില്ല, ദൈവമായിട്ട് ബന്ധമില്ല. ദൈവത്തിന്റെ അനുഗ്രഹം മൊത്തം കിട്ടി, അനുഗ്രഹങ്ങൾ മൊത്തം കൊള്ളയടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ അനുഗ്രഹത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ദൈവമായിട്ട് അവർക്ക് ബന്ധമില്ല. പിതാക്കന്മാർക്ക് ഇതൊന്നുമല്ല വിഷയം, ദൈവമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചത്. ദൈവം അവരുടെ ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ച ആത്മീയ സന്തോഷത്തിന് വേണ്ടി അവർ സകലതും കൊടുത്ത് പുറത്തു വന്നത്. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു സന്തോഷമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനൊരു സന്തോഷമേ ഇല്ല. ഇന്നത്തെ തലമുറയ്ക്ക് സമ്പാദ്യം മാത്രമേ ഉള്ളൂ, കരുതൽ മാത്രമേ ഉള്ളൂ. നാളത്തെ കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ, ടീച്ചറിനെ കുറിച്ച് കരുതുന്ന ഒരാളെ കാര്യം ദൈവം പറയുന്നു.
ഒരു ധനവാന് സമൃദ്ധിയായിട്ട് വിളഞ്ഞു. അവൻ കളപ്പുര പണിഞ്ഞു. അവൻ പറഞ്ഞു, ഞാൻ ഇനി എന്ത് ചെയ്യാൻ പോവാ, ഇടിച്ച് കളപ്പുര വലുതാക്കാൻ പോവാ, കൂട്ടി വെക്കാൻ പോവാ. കർത്താവ് പറയടാ മൂടാ, ഇന്ന് രാത്രി നിന്നെ ഞാൻ ഇങ്ങ് എടുത്താ. സ്തോത്രം സ്തോത്രം. എനിക്ക് അനുഭവത്തിൽ തന്നെ സ്തോത്രം, എന്റെ കുടുംബത്തിനകത്തും അല്ലെങ്കിൽ പുറത്തുമല്ല ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് അവർക്ക് അനുഭവിക്കാൻ പറ്റില്ല. സ്തോത്രം. തലമുറ അതെല്ലാം ചപ്പ് ചവറായിട്ട് കണ്ട് തലമുറയെല്ലാം വലിച്ചു കീറി അതങ്ങ് കൊണ്ടുപോവാ. തലമുറയ്ക്ക് അതിന്റെ മഹത്വം അറിയത്തില്ല. ഇവർ അൻപാലിച്ച് ഉണ്ടാക്കിയതിന്റെ മഹത്വം. ഇതേപോലെ ഇന്ന് വിശ്വാസഗോളത്തിനകത്ത് നിൽക്കുന്നു. എന്തുവാ, പിതാക്കന്മാർ കണ്ണുനീരോട് ഉണ്ടാക്കി നേടിയതാണ്. പക്ഷെ തലമുറയ്ക്ക് അതെന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കാൻ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. തലമുറ ഒരു സൈഡിൽ കൂടെ വിറ്റ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. തകർത്തുകൊണ്ടിരിക്കുക. തലമുറയുടെ ധാരണ, അയ്യോ ഞങ്ങൾ ഭയങ്കര മിടുക്കരാണ്. അന്ന് പിതാക്കന്മാർ വെച്ചോണ്ടാ നീ മിടുക്കനായത്. അത് നീ അറിയുന്നില്ല. പക്ഷെ നീ മിടുക്കിലല്ല പോകുന്നത്, നീ തകർന്നു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ചു. കഴിഞ്ഞ ആഴ്ചകൾ ഒരു കാര്യം പറയാം. യേശു ജനിക്കുമ്പോഴും ആ യേശു ജനിച്ച ഭാഗങ്ങളെല്ലാം വായിച്ചു വരുമ്പോഴും സ്തോത്രം ഒരു കാര്യം മനസ്സിലാവും. യോസേഫും മറിയയും ജോലി തിരക്കി പല രാജ്യങ്ങളിൽ പോയതാ, പല ദേശങ്ങളിൽ പോയതാ. പക്ഷേ ഒരു സമയമായപ്പോ പറഞ്ഞു, നിങ്ങളെല്ലാം നിങ്ങളെ നാട്ടിൽ തിരിച്ചു പോവാ, നിങ്ങളെ പേരെഴുതിക്കണം. അതിനുവേണ്ടിയാ യേശു സ്തോത്രം യോസേഫും മറിയയും യേശു എന്ത് ചെയ്യുന്നേ, നാട്ടിലേക്ക് വരുക. അപ്പോഴാ വഴി യാത്രയ്ക്കകത്ത് യേശുവിനെ കാണുക. 3 ദിവസം കഴിഞ്ഞു. യേശു ഇവരുടെ കൂടെ കാണും, അവരുടെ കൂടെ കാണും എന്നല്ല ഓർത്ത്. പക്ഷെ യേശുവിനെ കാണുന്നു. പിന്നെ ഇവര് പോയി ചെന്ന് വിളിച്ചുകൊണ്ട് വരും. അപ്പോഴേ അതേപോലൊരു കാലം 10 വർഷത്തിനകത്ത്, പരിശുദ്ധാത്മാവ് ദൂത് പറയുന്ന പോലെ ഞാൻ പറയുക, 10 വർഷത്തിനകത്ത് നമ്മളെ രാജ്യത്തിൽ ഉണ്ടാവാൻ പോവുക. സ്തോത്രം. ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിൽ പോയത്, അമേരിക്കയിൽ പോയത്, പ്രൈസ് ദി ലോർഡ്, അല്ലെങ്കിൽ യുക, അല്ലെങ്കിൽ സ്തോത്രം കാനഡ, സ്തോത്രം ജർമ്മനി, ഇങ്ങനെയുള്ള ഓരോ കൺട്രി, ഓരോ രാജ്യങ്ങളിൽ പോയവരെ ദൈവം തിരിച്ചു കൊണ്ടുവരാൻ പോകും. അവർ പറയും, ഇവിടുത്തുള്ളവർ മതി, ഇവിടെ ബാക്കിയുള്ളവർക്ക് എല്ലാം വിടാൻ പോകും. ഇവരെവിടുത്തെ എല്ലാം വിറ്റ് പറക്കി അവിടെ സെറ്റിൽ ആവാൻ നോക്കിയതാണ്. സെറ്റിലാക്കാൻ നോക്കുക. അവരെല്ലാം കിടത്തുന്ന വില പറയും, രാജ്യം പറയും പൊക്കോളാൻ പറയും. ഇവിടുത്തെ സിറ്റിസൺ വേണ്ടാന്ന് പറഞ്ഞ് ആധാർ കാർഡ് പോലും ഇല്ലാത്തവരാ കൂടുതൽ പേര്. ഇവിടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാ കൂടുതൽ. അവിടെ നീ ഇനി 3 തലമുറ അവിടെ ആയെന്ന് പറഞ്ഞാലും ചെറുപ്പൊക്കോളാൻ പറയും. കാര്യം എന്തുവാ, നിന്നെ ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല. 10 കൊല്ലത്തിനാവും ഇത് സംഭവിക്കാൻ പോവുക. ഇത് രാജ്യങ്ങളിൽ സംഭവിക്കാൻ പോകും. എന്തുവാ, ഇന്ന് ദൈവത്തെ മറന്ന അത്യാഗ്രഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. മക്കളുടെ ഫ്യൂച്ചർ, മക്കളുടെ ഭാവി എന്നെല്ലാം പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുക. ഒരു 10 കൊല്ലത്തിനകം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇവിടെ നാടില്ല. തിരിച്ചു വരുമ്പോൾ ഇവിടെ വസ്തുവില്ല മേടിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പണമുണ്ട്, പക്ഷെ എന്തില്ല, വസ്തുവില്ല. എന്തോ ആയി തീരും. ഇവിടെ എല്ലാം ഉള്ളവനായിട്ട് തീരുന്ന വാടകയ്ക്ക് പോലും വീടില്ലാത്ത അവസ്ഥയാവും. യേശുക്രിസ്തു കഴിഞ്ഞ രാത്രി വെളിപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം ഞാൻ പറയുക, അവരുടെ പേരെഴുതുവാൻ അവരവരുടെ രാജ്യത്തിലേക്ക് പോവാൻ കൽപ്പനയുണ്ടായി. അങ്ങനെ യോസേഫ് മറിയമായിട്ട് നീവോ അവരവരുടെ രാജ്യത്തിലേക്ക് പോവുക, പേരെഴുതിക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആധാർ കാർഡിന്റെ വേറെ രീതിയാണ്, അന്നത്തെ സിസ്റ്റമാണ്. ആധാർ കാർഡ് ഉണ്ടാക്കിയതിനു വേണ്ടിയാണ് നമ്മളെ ഫുൾ ഹിസ്റ്ററി അറിയുവാൻ. സ്തോത്രം. നമ്മളെ ഇന്ത്യൻ പൗരന്റെ ഓരോ ഹിസ്റ്ററി, ആ നമ്പർ അടിച്ചാൽ നമ്മളെ ഫുൾ ഹിസ്റ്ററി അറിയാം. എന്താ ജോലി, എങ്ങനെ വരുമാനം, എല്ലാം അറിയാം. സ്തോത്രം. അതാണ് ബാങ്കുമായിട്ടും ഗ്യാസുമായിട്ടും ഏതെല്ലാം കാര്യമുണ്ട് അതെല്ലാമായിട്ട് ആധാർ ബന്ധിച്ചു വെച്ചിരിക്കുന്നത്. എന്തുവാ, നമ്മളെ ഫുൾ ഹിസ്റ്ററി ഒറ്റ നമ്പറിനകത്ത് അറിയാം. നമുക്കൊരു നമ്പർ ആയിട്ടേക്കുന്നത്. എന്റെ പേര് കുര്യൻ ജോൺസൺ എന്നല്ല, നമ്പറാ കിടക്കുന്നത്. നമ്പറില്ലാതെ നീ കുര്യൻ ജോൺസൺ എന്ന് പോലെ അല്ല, നമ്പർ അടിച്ചിട്ടുണ്ട്. കുര്യൻ ജോൺസൺ 200 കുര്യൻ ജോൺസനെ കേരളത്തിനകത്ത് ബുക്കിയെ കാണും. 200-നകത്ത് ഞാൻ കുര്യൻ ജോൺസൺ ഏതെന്ന് എന്റെ നമ്പറുണ്ട്. എന്റെ നമ്പർ മറ്റവർക്കില്ല. നമ്പറിലാണ് നമ്മളെ അറിയപ്പെടുന്നത്. ഇത് ബൈബിള് 2024 വർഷം മുമ്പ് പ്രവചിച്ച കാര്യമാണ്. ബൈബിൾ പ്രവചിച്ച കാര്യം ഇപ്പൊ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അന്ന് യോസേഫ് മറിയം വന്ന് പേരെഴുതിക്കാൻ വന്ന പോലെ എല്ലാം ഇനി പേര് പേരെഴുതിക്കും. ഇവിടെ വരുമ്പോ ഒന്നും കാണത്തില്ല. നമ്മൾ കൊടുക്കൂ. അയ്യോ നമ്മളെ സഹോദരൻ പൊക്കോളം ഏറെ കണ്ടുപോലെ ഇപ്പം വന്നു കഴിഞ്ഞാൽ നീ കയറിക്കും. സ്പ്രേ കിട്ടൂല്ലോ, മുട്ടായി കിട്ടൂല്ലോ, സ്തോത്രം ആകുമല്ലാണ്ട് ഓർഡർ തന്നിട്ട് പോകുമല്ലോ എന്നെല്ലാം പറഞ്ഞ് ഇപ്പം കയറ്റി നമ്മൾ കിട്ടും. സ്തോത്രം. കുറച്ച് കഴിയുമ്പോൾ സ്ഥിരമാവുന്ന വിട്ടോണ ഏറിയ കണ്ടുപോലെ
ചിലപ്പോൾ അവൻ ഫ്രീ ആയിട്ട് വസ്തുവായിരിക്കും, അത് കൊടുക്കത്തില്ല. കാര്യം മനുഷ്യർ സാർത്ഥനാണ്. ഇതുണ്ടാവും. 10 കൊല്ലത്തിനാണ് നിങ്ങൾ, ഞാൻ പറയൂ, 2024 2034 കർത്താവിന്റെ വരവ് താമസിക്കണമെങ്കിൽ ഇത് സംഭവിക്കും. കാര്യം ഇത് കർത്താവിന്റെ വരവിന്റെ ആരംഭമായതല്ല, ആരംഭം. ഇന്ന് പലർക്കും കേരളത്തിനകത്ത് ഇതില്ല. സ്തോത്രം. വിദേശത്തുനിന്ന് വന്നിട്ട് അവനെ ഇതില്ല, എന്തുവാ, ആധാർ കാർഡ് ഇല്ല. അവനെ ഒന്നുമായിട്ട് കണക്ട് ചെയ്യാൻ ആധാർ കാർഡില്ല. കാര്യം അവൻ മൊത്തം അവിടെ കൂട്ടാൻ നോക്കുക. അവിടെ എന്നും അവൻ എന്തുവാ, പരദേശീയ. അവൻ എന്നും വരുത്തണം. സ്തോത്രം. ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ തന്നെ ഒരു വരുത്തം വന്ന് ബിസിനസ് ചെയ്ത് ഭയങ്കര പൈസയാണ്. ഇപ്പൊ ഭയങ്കര ടോപ്പിൽ നിൽക്കുക. എങ്കിൽ പോലും ഇവിടെ ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും വന്നാൽ പറയും വരുത്തന. പറയുന്നതിന്റെ കാര്യം എന്തുവാ, അവനെ ഒരിക്കലും ഉൾക്കൊണ്ടിട്ടില്ല. അവനെ ഉള്ളുകൊണ്ട് ഉൾക്കൊണ്ടിട്ടില്ല. അവൻ എന്നും വരുത്തന. അവൻ എപ്പം വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇതിന്റെ പ്രതിഫലം അനുഭവിക്കേണ്ടത്. സ്തോത്രം. ഇത് സംഭവിക്കുന്ന ദൈവമക്കളെ, അതിനും പറയുന്നു, യേശു വെളിച്ചമുണ്ടായിട്ട് നിനക്ക് ഇരുട്ടിന്റെ കൂടെ കൂട്ടായ്മയെങ്കിൽ ഒരു കാര്യവുമില്ല. യേശുവേ എന്ന് നീ വിളിച്ചിട്ട് പ്രവർത്തിക്കുന്നതെല്ലാം യേശുവിന്റെ വചനത്തിനും ദൂതിനും എതിരാണെങ്കിൽ പോയി. നേരത്തെ പറയുക, പ്രവാചകന്മാരെ നീ തള്ളിക്കളയേണ്ട, പ്രവചനങ്ങളെ നീ തള്ളിക്കളയേണ്ട. അവരെ നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്, അല്ലാതെ അവരെ തള്ളിക്കളയാനല്ല വന്നത്. സ്തോത്രം. എല്ലാ ദൈവമൊക്കെ എഴുതി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടൊന്ന് പകൽ ഏൽപ്പിക്കുക. സ്തോത്രം. കർത്താവിനെ നിവർത്തിക്കുവാൻ, കർത്താവിന്റെ ദൂത് നിവർത്തിക്കുവാൻ സമയമായി. ഇന്ന് പകൽ എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ദൂത് നിവർത്തിയാവാൻ പോവുക. എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. ഇന്ന് ചില വാക്കുകൾ മേൽ എന്റെ ദൈവം എനിക്ക് മറുപടി തരാൻ പോവുക. ചില പ്രതികൂലങ്ങളെ എന്റെ ജീവിതത്തിൽ ദൈവം മാറ്റാൻ പോവുക. ചില പ്രതിസന്ധികളെ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പോവുക. ചില അത്ഭുതങ്ങളോടും അടയാളത്തോടും എന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോവുക. ഇന്ന് പകലൊന്ന് പൂർണ്ണമായ ദൈവസ്ഥയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഓരോ കുടുംബത്തിലും ആ ദൈവത്തിന്റെ ദൂതം നിറങ്ങട്ടെ. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒന്ന് വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളൊന്ന് വെളിപ്പെടാട്ടെ. ഇന്ന് പകല് പ്രാപിക്കട്ടെ. കർത്താവേ, എന്റെ ദൈവം കൊണ്ടുവന്നത് അനുഗ്രഹം തരുവാനാ. ഇന്ന് പകല് ഞാനും എന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. ഇന്ന് പകല് ഞാനും ആ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുത എല്ലാ മുഖങ്ങളും ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഴിയാൻ പോവുക. ഇന്ന് ഏറ്റെടുത്ത് പാർട്ടിയിലെ ദൈവജനമേ, ഇന്ന് ദൈവത്തിന്റെ മറുപടി നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ആലോചന നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാവട്ടെ. ദൈവത്തിന്റെ ദൂത് നിന്റെ കുടുംബത്തിനകത്ത് ഉണ്ടാവട്ടെ. തകർക്കുമെന്ന് വാദിക്കുന്ന ശത്രുവായ പിശാചിന്റെ തന്ത്രങ്ങൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അയ്യത്ത്. ആ ദൈവത്തിന്റെ മഹത്വം നിറങ്ങട്ടെ. കർത്താവേ, ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ തേജസ് ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ടാവട്ടെ. ഇന്ന് ഓരോ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാം.